2001 മെയ് 14-ാം തീയതിയാണ് ഞാൻ കേരളകൗമുദി പത്രത്തിൽ കാർട്ടൂണിസ്റ്റായിട്ട് ജോലിക്ക് ചേരുന്നത്. സത്യത്തിൽ അതൊരു സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പത്രത്തിൽ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം വന്നത് ഒരുപക്ഷെ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലാണ് അത് വന്നത്. അത് സ്വപ്നം മാത്രമാണ് എന്ന് ചിന്തിക്കാനായിട്ട് കാരണമുണ്ട്. കാരണം സാമ്പ്രദായികമായിട്ട് പഠിക്കാതെ, പത്രപ്രവർത്തനം പഠിക്കാതെ ആണ് ഞാൻ ഇപ്പോൾ 2025 25 വർഷം അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പഠിക്കാതെ, ജേർണലിസം പഠിക്കാതെ ഒരാൾക്ക് ഒരു പത്രസ്ഥാപനത്തിൽ വരച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഇന്നും അത് ഒരു സ്വപ്നതുല്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. വരയിലോ പത്രപ്രവർത്തനത്തിലോ ഒരു പാരമ്പര്യമുള്ള ഒരു ഫാമിലിയോ ഒന്നും ആയിരുന്നില്ല എൻ്റെ. ഞങ്ങൾ തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം. തൃശ്ശൂരിനടുത്ത് കണിമംഗലം, കൃത്യമായി പറഞ്ഞാൽ കണിമംഗലത്ത് നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ട് പനമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അച്ഛൻ TR കുമാരൻ, അമ്മ PR തങ്കമണി. അച്ഛൻ തൃശ്ശൂർ തോട്ടാൻ കുഞ്ഞിപ്പാലു സൺസിലെ ജോലിക്കാരനായിരുന്നു, സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. ചേട്ടനും ഒക്കെ വരയ്ക്കുമായിരുന്നുവെങ്കിലും കൃത്യമായിട്ട് ഒരു അവരുടെ മേഖലകൾ, അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വേറെയായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്. മൂത്തത് ചേട്ടനാണ്, ചേച്ചി, ഏറ്റവും ഇളയതാണ് ഞാൻ. വരയിലേക്ക് ഉള്ള എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കണിമംഗലം SN ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ അവിടെ എൻ്റെ അമ്മായിയുടെ മക്കൾ, അമ്മായിക്ക് 5 പേരാണ്, 5 ആൺമക്കളാണുള്ളത്. അവരും അതേ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടേതായിട്ടുള്ള 5 ചേട്ടന്മാരുടെ അനിയനായിട്ട്, 6ാമനായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അഹങ്കാരമൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഗോഡ് ഫാദർ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. എന്നെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാനായിട്ട് 5 ഏട്ടന്മാരുണ്ട് എന്നുള്ള. അവർ വളരെ മിടുക്കരായിട്ടുള്ള അവരായിരുന്നു. പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലൊക്കെ വളരെ മിടുക്കരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പം അതിൽ അമ്മായിയുടെ ഏറ്റവും താഴെയുള്ള മകനായിട്ടുള്ള സുധീഷ് ഏട്ടന് ആയിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ കാർട്ടൂണിസ്റ്റ്. സുധീഷ് ഏട്ടൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാർട്ടൂൺ മത്സരത്തിൽ 3ാം സ്ഥാനം ലഭിച്ചു. അപ്പോൾ സുധീഷ് ഏട്ടന് സ്കൂൾ അസംബ്ലിയിൽ വെച്ചിട്ട് സമ്മാനം കൊടുക്കുന്നതൊക്കെ വളരെ ആദരവോട് കൂടിയിട്ട് കണ്ടു നിന്ന ഒരു കുട്ടിയായിരുന്നു ഞാനന്ന്. ആ ഒരു ഫോട്ടോ ഈ അടുത്ത് എനിക്ക് കിട്ടി. സുധീഷ് ഏട്ടന് കാർട്ടൂൺ മത്സരത്തിൽ സമ്മാനം നൽകുന്നു, ഹെഡ് മാസ്റ്റർ ജോർജ് മാഷ് നൽകുന്നു. അപ്പോൾ അത് അസംബ്ലിയിൽ ഞാനന്ന് ക്ലാസ് ലീഡറായിരുന്നു, ചെറിയ ക്ലാസ്സിലുള്ള ലീഡർ. അപ്പോൾ ഞാൻ മുമ്പിലുണ്ട്. അപ്പോൾ ഒരുപാട് ശരിക്കും ആ ഫോട്ടോയിൽ തന്നെ എൻ്റെ ഒരു കഥയുണ്ട്. ഞാനിങ്ങനെ കാർട്ടൂണിസ്റ്റായി എന്നുള്ള കഥ. സുധീഷ് ഏട്ടൻ വരയ്ക്കുന്നത് കണ്ടിട്ടാണ് കാർട്ടൂണിലേക്കൊക്കെ എനിക്കൊരു താല്പര്യം വരുന്നത്. അതിനു മുമ്പ് ഞാൻ ചിത്രങ്ങൾ വരച്ചിരുന്നു. ചിത്രങ്ങൾ വരച്ചത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നന്നായിട്ട് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അച്ചാച്ചൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും കുറിപ്പുകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അച്ചാച്ചൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് മുഴുവൻ പുരാണ ഗ്രന്ഥങ്ങളൊക്കെയാണ്, ഭാഗവതം, രാമായണം, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ചെറുപ്പകാലത്ത് അതിലൂടെയൊക്കെയാണ് നമ്മുടെ ഒരു വായനയുടെ ഒരു കൾച്ചർ നമുക്ക് വന്നത്. പുരാണ ഗ്രന്ഥങ്ങളൊക്കെയാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. അന്ന് നമ്മുടെ ഒരു വിനോദം എന്നൊക്കെ പറയുന്നത് ഈ രാമായണത്തിലെ ക്വിസ്, അന്ന് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ കഥാപാത്രം ആരാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതൊക്കെയാണ് നമ്മളുടെ ഒരു കുട്ടിക്കാലത്തുള്ള വിനോദം. പിന്നെ അമർചിത്രകഥകൾ. അപ്പൊ നമ്മുടെ ഒരു വായനയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ പുരാണ ഗ്രന്ഥങ്ങളും അമർചിത്രകഥകളും സ്കൂളിൽ നിന്ന് കിട്ടുന്ന സമ്മാന പുസ്തകങ്ങളാണ്. കാരണം ഞങ്ങൾ 6 പേരുണ്ട്. 6 പേർക്ക് കൂടിയിട്ട് സ്കൂളിൽ നിന്ന് പല മത്സരങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും യുവജനോത്സവം ആനിവേഴ്സറിക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ വീട്ടിലൊരു ലൈബ്രറി, അമ്മായിയുടെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വലിയൊരു ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന പുസ്തകങ്ങൾ മാത്രം മതി ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ മാലി, ഭാരതം, രാമായണം, അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പൂമ്പാറ്റ, അമർചിത്രകഥയൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസിക് കൃതികളൊക്കെ പൈക്കോ ക്ലാസിക്സ് ആയിട്ടൊക്കെ ഇറക്കുന്ന സമയമാണ്. അങ്ങനെ നമുക്ക് ഈ ഒറിജിനൽ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിലും നമുക്ക് ലോക ക്ലാസിക് രചനകൾ അതിലേക്കൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് വലിയൊരു കൗതുകം ഉണ്ടാക്കാനായിട്ട് ഒക്കെ സാധിച്ച ഒരു അന്തരീക്ഷം ഈ അമ്മായിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ
സുധീഷ് ഏട്ടന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ ഹെഡ് മാഷായിരുന്നു, സ്കൂളിലെ ഹെഡ് മാഷായിട്ടുള്ള ജോർജ് മാഷായിരുന്നു. അപ്പൊ ജോർജ് മാഷിനെ സുധീഷ് ഏട്ടൻ വരയ്ക്കുന്നത് കണ്ടിട്ട് ഞാനും എന്റെയും ആദ്യത്തെ കഥാപാത്രം ജോർജ് മാഷ് തന്നെയാണ്. മാഷിനും കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് അത് വരച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴൊന്നും ഈ കാർട്ടൂൺ എന്നുള്ളത് ഒരു ജോലിയാക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുതൽ കാർട്ടൂണുകൾ ഞാൻ കാണുന്നത് ആ സമയത്ത് ആ ജനറേഷനിലുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെ ടോംസ് ആണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കാർട്ടൂണിസ്റ്റ്. ടോംസിന്റെ ബോബനും മോളിയും. അത് അതിൽ ഏറ്റവും കൂടുതൽ കാർട്ടൂണുകളെക്കാൾ എനിക്ക് ആകർഷണമായിട്ട് തോന്നിയത് ടോംസ് അതിനകത്ത് ഒരു അതിന്റെ സെൻട്രൽ സ്പെഡില് ഓർമ്മകളിൽ ചില രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഞാൻ കാർട്ടൂണിസ്റ്റായി, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ എങ്ങനെയാണ് ജനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പുകൾ എഴുതാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ടോംസ് എങ്ങനെയാണ് കാർട്ടൂൺ വരയ്ക്കേണ്ടത്, എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള പുള്ളിയുടെ അനുഭവങ്ങൾ എഴുതുമ്പോൾ ശരിക്കും അതായിരുന്നു എൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഞാൻ അത് കണ്ട് ഇന്ത്യൻ ഇങ്ക് ഒക്കെ വാങ്ങിച്ച് സ്വന്തമായിട്ട് കാർട്ടൂൺ ക്യാരക്ടറിനെയൊക്കെ ഉണ്ടാക്കി വരച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പക്ഷെ അപ്പോഴും കാർട്ടൂൺ എൻ്റെ ഒരു പാഷനായിട്ട് വളർന്നിട്ടില്ല ആ കാലഘട്ടത്തിലൊക്കെ, സ്കൂളിലൊക്കെ. പിന്നീട് അത് വളരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെയാണ്. ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് കണിമംഗലം എസ് എൻ സ്കൂളിലെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ് അന്ന്. അത് സെയിന്റ് അലോഷ്യസ് കോളേജ് എലത്തൂരത്തിലായിരുന്നു. അതിനുശേഷം ഡിഗ്രിക്ക് വടക്കാഞ്ചേരി വ്യാസ കോളേജിൽ ചേരുമ്പോഴാണ് കാർട്ടൂൺ എന്നത് മറ്റൊരു സാധ്യതയായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഒരുപാട് പോസ്റ്റേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വന്നു. അപ്പോൾ പോസ്റ്റേഴ്സ് അന്ന് യൂണിവേഴ്സിറ്റി സ്റ്റോക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് എയ്ഡ്സിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണത്. അപ്പോൾ ഈ എയ്ഡ്സിനെതിരായിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഒരുപാട് കാർട്ടൂൺസ് ഉപയോഗിച്ചു അന്ന്. അപ്പോഴാണ് നമ്മൾ ഈ കാർട്ടൂൺസിന്റെ കാര്യം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കോളേജിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള കാർട്ടൂൺസ്, കോളേജ് വിഷയമായിട്ടുള്ള കാർട്ടൂൺസ്, മാഗസീനുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങി. ഇതിൽ പല കാർട്ടൂണുകളും അന്ന് മനോരമയ്ക്കും മാതൃഭൂമിക്കും അന്ന് ക്യാമ്പസ് പേജുകളുണ്ട്. ഈ ക്യാമ്പസ് പേജുകളിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ അത് വലിയ രീതിയിൽ ഡിസ്പ്ലേയിൽ അടിച്ചു വരും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഡിഗ്രി കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാർട്ടൂണിസ്റ്റ് എന്ന ഒരു ലേബൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മേല് വന്നു. അങ്ങനെ പക്ഷെ കാർട്ടൂൺ എന്നുള്ളത് അപ്പോഴും ഒരു കാർട്ടൂണിസ്റ്റ്, അതിലൊരു സന്തോഷമുണ്ട്. കാരണം പത്രത്തിൽ നമ്മുടെ കാർട്ടൂണുകൾ അടിച്ചു വരുന്നു, നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റുന്നു, ഹ്യൂമറസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിലൊരു സന്തോഷമുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഈ ഒരു പത്രസ്ഥാപനത്തിൽ കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നല് അപ്പോഴും സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നീട് വരയിൽ സാമ്പ്രദായികമായിട്ടുള്ള പരിശീലനം നേടാത്തതുകൊണ്ട് നമുക്ക് കലോത്സവങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും പിന്തള്ളപ്പെട്ടു പോവുകയായിരുന്നു. കാരണം നമ്മൾ മത്സരിക്കുന്നത് പെൻസിൽ ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലും ഓയിൽ പെയിന്റിങ്ങിലൊക്കെയാണ്. അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കോച്ചിങ്, പരിശീലനം നേടി വരുന്ന ആളുകളുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള ചിത്രകാരന്മാരായിട്ടുള്ള കവിതാ ബാലകൃഷ്ണനും സംഗീത വി കൃഷ്ണൻ, രജിത് കുമാർ, അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള ആർട്ടിസ്റ്റുകളാണ് ആ സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് പെയിന്റിങ്ങിലോ ഡ്രോയിങ്ങിലോ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മറ്റൊരു പാത തുറന്നതാണ് കാർട്ടൂൺ, ക്ലേ മോഡലിംഗ്, പോസ്റ്റർ മേക്കിംഗ്, കൊളാഷ്, അത്തരം ഏരിയകളിലൂടെ കുറച്ചും കൂടെ ഒരു കൃത്യമായ കോച്ചിങ് വേണ്ടാത്ത, പരിശീലനം ആവശ്യമില്ലാത്ത, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു സമാന്തര പാത പിടിച്ച് അങ്ങനെ ആ രീതി വന്നപ്പോൾ എനിക്ക് എന്താണ് സർവകലാശാല കലോത്സവത്തിൽ സ്ഥിരമായിട്ട് സമ്മാനം കിട്ടാൻ തുടങ്ങി കാർട്ടൂണിന്. അതൊരു തുടർച്ചയായിട്ട് ഒരു 5 തവണ കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിൽ കാർട്ടൂണിൽ 1ാം സ്ഥാനം നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് വലിയൊരു ഗുണമുണ്ടാക്കി. കാരണം എന്താണെങ്കിൽ ഈ മത്സരങ്ങൾക്ക് ജഡ്ജസ് ആയിട്ട് വരുന്നതൊക്കെ BN ഗഫൂറിനെ പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളൊക്കെയാണ്. ഗഫൂർ സാറൊക്കെ എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഒരു മത്സരത്തിൽ പിന്നെ സമ്മാനം കിട്ടിയ ഒരു കുട്ടിക്ക് അന്നത്തെ മാതൃഭൂമി പോലുള്ള ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു
ആള്, ജഡ്ജായി വന്ന ആള് ആ കുട്ടിയുടെ അഡ്രസ്സ് തേടിപ്പിടിച്ച് കത്തെഴുതുക എന്ന് പറയുന്നത് അത് വലിയൊരു അവാർഡായിട്ടാണ് എനിക്ക് അന്ന് തോന്നുന്നത്. പക്ഷെ അപ്പോഴും ഗഫൂർ സാറൊക്കെ പറയുന്നത് ഇത് കാർട്ടൂണിസ്റ്റായിട്ട് ജോലി നേടി ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് അതുകൊണ്ട് തന്നെ പഠനം തുടരുക, പഠനത്തോടൊപ്പം വരയും തുടരുക എന്നുള്ള രീതിയിലുള്ള ഉപദേശങ്ങളാണ് അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഡിഗ്രി പഠനം കഴിഞ്ഞ്, വ്യാസ കോളേജിലെ ഡിഗ്രി പഠനം കഴിഞ്ഞ് ഞാൻ ലോ കോളേജിൽ, തൃശ്ശൂർ ലോ കോളേജിൽ ചേർന്നു. ലോ കോളേജിൽ ചേർന്ന സമയത്താണ് ഒരു ദിവസം അവിടെ തൃശ്ശൂർ അങ്ങാടിയിൽ രണ്ട് മുതലാളിമാർ തമ്മിൽ ഒരു വലിയ തർക്കം ഉണ്ടായി. ഒരു കേസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അപ്പോൾ അതിനകത്ത് ഒരു മുതലാളിമാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുതലാളിക്ക് ഒരു പത്രമുണ്ട്, ഒരു സായാഹ്ന പത്രമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വേർഷൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ പത്രത്തിൽ കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന മുതലാളിക്ക് അദ്ദേഹത്തിന്റെ വേർഷൻ പറയാനായിട്ട് ഒരു വേദിയില്ല. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് പണ്ട് കാലത്ത് പ്രസിദ്ധീകരണം മുടങ്ങിപ്പോയ ഒരു പത്രം, അദ്ദേഹത്തിൻ്റെ പണമുണ്ട്, അപ്പോൾ അദ്ദേഹം ഈ പത്രം അങ്ങ് വാങ്ങിച്ച് അത് പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയാണ്. തൃശ്ശൂരിലുള്ള ജയകാഹളം എന്നുള്ള തോമസ് പാറന്നൂർ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരണം നിർത്തി നിലച്ചു പോയ ഒരു പത്രത്തിനെ പുള്ളി അതിൻ്റെ ടൈറ്റിലും റൈറ്റ്സും വാങ്ങിച്ച് ഒരു പത്രം ആരംഭിക്കാനായിട്ട് പുള്ളി തീരുമാനിക്കുന്നു. അങ്ങനെ തൃശ്ശൂർ ഉണ്ടായിരുന്ന അന്ന് തൃശ്ശൂർ എക്സ്പ്രസ്സിൽ പണ്ട് കാലത്ത് വർക്ക് ചെയ്തിരുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ഡേവിസ് കണ്ണനായ്ക്കലിനെ പോലെയുള്ള ആളുകളൊക്കെ അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്ന് ഈ പത്രം പുനഃപ്രസിദ്ധീകരിക്കുന്നു. ഞാനൊരു ദിവസം ടൗൺ ഹാളിൽ ഇരുന്ന് വായിക്കുന്ന സമയത്താണ് ജയകാഹളം പത്രത്തിൻ്റെ പ്രകാശനം വരികയാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് അപ്പോൾ അവർക്ക് കാർട്ടൂണിസ്റ്റിനെ എല്ലാവരെയും ആവശ്യമുണ്ട്, കാർട്ടൂണിസ്റ്റ്, വാർത്ത എഴുതാനായിട്ടുള്ള ആളും എല്ലാവരും ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആവാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ലോ കോളേജിൽ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എന്നും പത്ര ഓഫീസിൽ പോകും, അവിടെ ഇരിക്കും, വാർത്ത എഴുതും, റിപ്പോർട്ട് ചെയ്യും, പിന്നെ കാർട്ടൂൺ വരയ്ക്കും. എല്ലാ ദിവസവും കാർട്ടൂൺ പത്രത്തിൻ്റെ 1-ാം പേജിൽ അടിച്ചു വരും. അന്ന് ഇതാണ് നമ്മുടെ ഫിലിം എടുത്തിട്ടാണ് കാർട്ടൂൺ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ പോലെ നേരിട്ട് CTP നേരിട്ട് പ്രസ്സിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ നിന്ന് നേരിട്ട് CTP അല്ല, ഫിലിം എടുത്ത് ഫിലിം ഒട്ടിച്ച് പേസ്റ്റപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ട് പരിചയിക്കാനും പത്രപ്രവർത്തനം പഠിക്കുന്നതിന് മുമ്പ് തന്നെ പത്രപ്രവർത്തനം ചെയ്യാനായിട്ടുള്ള ഒരു വേദി ഈ ജയകാഹളം പത്രത്തിൽ 1 വർഷത്തോളം ഞാൻ അങ്ങനെ അവിടെ ദിവസവും കാർട്ടൂൺ വരച്ചു. എല്ലാ ദിവസവും കാർട്ടൂൺ 1-ാം പേജിൽ അടിച്ചു വരും. അങ്ങനെ നിത്യവും വരയ്ക്കുക എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചത് ശരിക്കും ജയകാഹളം പത്രത്തിലാണ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു മീഡിയ സ്കൂളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഡേ ടു ഡേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിച്ചത്. കാരണം 12 മണിയുടെ പ്രാദേശിക വാർത്ത കേൾക്കുന്നു, അത് വാർത്ത എഴുതുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ എഡിറ്റ് ചെയ്യുന്നു, എല്ലാ പരിപാടികളും അന്ന് അവിടെ ചെയ്തു. അങ്ങനെ ആ സമയത്ത് വന്ന ഒരു മാറ്റമാണ്. അപ്പൊ ഈ പത്രങ്ങളിൽ നേരത്തെ ഒരു പത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, എതിർ മുതലാളിയുടെ പത്രത്തിലെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു സാക്കിർ ഹുസൈൻ. സാക്കിർ ഹുസൈൻ 2 പത്രങ്ങളിൽ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ ചെറിയ ഒരു പോക്കറ്റ്, പുന്നൂർക്കുളത്ത് നിന്ന് സാക്കിർ ഹുസൈൻ ബസ്സിൽ കയറിയിട്ട് വന്ന് 2 പത്രങ്ങളിൽ വരയ്ക്കുന്നു. 2 പത്രങ്ങളിൽ നിന്നും പണം വാങ്ങിയിട്ട് സക്കീർ ഹുസൈൻ വീട്ടിലേക്ക് പോകുന്നു. അതായിരുന്നു സക്കീർ ഹുസൈൻ്റെ ഒരു ദിനചര്യ എന്ന് പറയുന്നത്. 2 പത്രത്തിലും CV കുഞ്ഞിരാമൻ 2 പത്രങ്ങളുടെ എഡിറ്റോറിയൽ എഴുതിയിരുന്ന പോലെ 2 പത്രങ്ങളിൽ 2 തരത്തിൽ കാർട്ടൂൺ വരച്ച് 2 സ്ഥലത്ത് നിന്നും പണം വാങ്ങി പോയിരുന്ന ആളാണ് സക്കീർ ഹുസൈൻ. എനിക്ക് ജയകാഹളത്തിൽ പണമില്ല, പ്രതിഫലമില്ല, ആത്മസംതൃപ്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അത്ഭുതത്തോടു കൂടിയിട്ടാണ് സക്കീർ ഹുസൈൻ കാണുന്നത്. കാർട്ടൂൺ വരച്ച് പൈസ വാങ്ങുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് സക്കീർ ഹുസൈനെ നോക്കുന്നത്. സക്കീർ ഹുസൈനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ സക്കീർ ഹുസൈൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് 2 പത്രം മാനേജ് ചെയ്യാനായിട്ട് പാടാണ്, അതുകൊണ്ട് പണം കിട്ടുന്ന ഒരു പത്രം ഞാൻ സുജിത്തിനായിട്ട് ഒഴിഞ്ഞു തരാം എന്ന് പറഞ്ഞ് സക്കീർ ഹുസൈൻ അതിൽ നിന്ന് ഒരു പത്രത്തിൽ നിന്ന് സക്കീർ ഹുസൈൻ മാറുകയാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന്. അങ്ങനെ എനിക്ക് ആ സ്ഥലം കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും തൃശ്ശൂരുള്ള 2 യുവ കാർട്ടൂണിസ്റ്റുകൾ 2 പത്രങ്ങളിൽ വരച്ച് അന്നത്തെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് തിരിച്ച് തേക്കിൻകാട് വരും. തേക്കിൻകാട് വന്ന് ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കട്ട്ലറ്റും ഒക്കെ കഴിച്ച്, ഒരു കട്ട്ലറ്റ് വാങ്ങിച്ച് പകുതിയായിട്ട് കഴിച്ച് അങ്ങനെ നിൽക്കുന്ന കാലത്താണ് കാർട്ടൂണിസ്റ്റ് ബാലൻ
ശങ്കേഴ്സ് വീക്ക്ലിയിൽ വരച്ചിരുന്ന ആളാണ്. ശങ്കറിൻ്റെ ഒപ്പം, കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ ഒപ്പം വരച്ചിരുന്ന ആളാണ്. കാർട്ടൂണിസ്റ്റ് ബാലനെ കുറിച്ച് മാതൃഭൂമി പത്രത്തിൽ ഒരു ആർട്ടിക്കിൾ വരുന്നു. അങ്ങനെ ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പൂങ്കുന്നത്തുള്ള ബാലേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ട് ബാലേട്ടനെ പരിചയപ്പെടുകയാണ്. ഇങ്ങനെ ഒരാൾ. അപ്പോൾ യേശുദാസിൻ്റെ ഒക്കെ ഒപ്പം, കാർട്ടൂണിസ്റ്റ് യേശുദാസിൻ്റെ ഒപ്പം ശങ്കേഴ്സ് വീക്ക്ലിയിൽ വർക്ക് ചെയ്ത ആളാണ്. കുവൈറ്റ് ടൈംസിൻ്റെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു 25 വർഷം. അവിടെ ബാലേട്ടൻ ഞങ്ങളുടെ മുന്നിൽ വേറൊരു ലോകം തുറന്നിട്ടു. ശരിക്കും കാർട്ടൂണിൻ്റെതായിട്ടുള്ള, പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ ബാലേട്ടൻ എന്നും കാർട്ടൂണിസ്റ്റ് യേശുദാസനുമായിട്ട് സംസാരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരങ്ങളിലൂടെ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ആരാധനയാണ്. കാരണം അപ്പുറത്ത് കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്, ഞങ്ങളുടെ മുന്നിലിരുന്ന് ബാലേട്ടൻ വിളിക്കുന്നത് എടോ എന്നൊക്കെ പറഞ്ഞ അവർ സുഹൃത്തുക്കളാണ്. അവർ തമ്മിൽ ഉള്ള പിണക്കങ്ങൾ, തല്ലു കൂടുന്നത്, ഇതെല്ലാം ഞങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ട് നിൽക്കുന്നത്. കാരണം യേശുദാസനൊക്കെ ഞങ്ങൾക്ക് അത്രത്തോളം ഞങ്ങൾ ആരാധിക്കുന്ന ഒരാളാണ്. മനോരമ പത്രത്തിൽ എന്നും കാർട്ടൂൺ കാണുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം ബാലേട്ടനാണ് പറയുന്നത്, കേരള കൗമുദി ദിനപത്രത്തിൽ കാർട്ടൂണിസ്റ്റിൻ്റെ ഒഴിവ് വരികയാണ്. കേരള കൗമുദിയിൽ ഉണ്ടായിരുന്ന കാർട്ടൂണിസ്റ്റ് ഗോപി കൃഷ്ണൻ മാതൃഭൂമിയിലേക്ക് വരുന്നു എന്ന് പിന്നെ ബാലേട്ടനാണ് ഞങ്ങളോട് പറയുന്നത്. ബാലേട്ടൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ് ബാലേട്ടനോട് ഇത് പറയുന്നത്. അന്ന് തിരിച്ച് തേക്കിൻകാട് നിന്ന് ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കുകയാണ്, ഇനി കേരള കൗമുദിയിൽ ആര് വരയ്ക്കും. ഒരു കാർട്ടൂണിസ്റ്റ് വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അപ്പം ഞങ്ങൾ 2 കാർട്ടൂണിസ്റ്റുകളുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, കേരള കൗമുദിക്ക് കത്തെഴുതാം. നമുക്ക് 2 പേർക്ക് ഫ്രീലാൻസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. തൃശ്ശൂർ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന 2 യുവ കാർട്ടൂണിസ്റ്റുകൾ, അവർക്ക് കേരള കൗമുദിയിലേക്ക് കാർട്ടൂണുകൾ ഫ്രീലാൻസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം. അത് പക്ഷേ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യമാണ്. അന്ന് ഞാൻ വീട്ടിലെത്തുന്ന, ഈ തീരുമാനമെടുത്ത് പിരിഞ്ഞ് അന്ന് വീട്ടിലെത്തുമ്പോൾ എന്നെ കാത്ത് ഒരു കവർ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു കത്താണത്. അത് പൊട്ടിച്ചു വെച്ചപ്പോൾ ഒരു പ്രണയലേഖനം പോലെയാണ്. അതിനകത്തുള്ള വാക്കുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ വാണ്ട് ലിറ്റിൽ സൺഷൈൻ, ലിറ്റിൽ റെയിൻ, ലിറ്റിൽ ലോഫർ ആൻഡ് യു ആർ ദ ഓൺലി വൺ റിയലി ഐ നീഡ്. ഒത്തിരി സ്നേഹത്തോടെ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഒത്തിരി സ്നേഹത്തോടെ. പേരില്ല, അയച്ചാളുടെ പേരില്ല. ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഒരു പെൺകുട്ടി എഴുതിയതാണ്. പക്ഷേ ഈ പ്രണയലേഖനത്തിൻ്റെ സ്വഭാവമുള്ള ഈ കത്തിനപ്പുറത്ത് ഒരു സാധനം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള കൗമുദി പ്രസിദ്ധീകരിച്ച ഒരു പരസ്യമാണ്. ആ പരസ്യത്തിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാർട്ടൂണിസ്റ്റ് ആകാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ കാർട്ടൂണിസ്റ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാർട്ടൂൺ ഒരു കലാരൂപമാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതണം. നിങ്ങൾ വരച്ച 2 കാർട്ടൂണുകൾ സഹിതം അറിയിക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് 2 ദിവസം മുമ്പാണ് എനിക്കിത് കിട്ടുന്നത്. ഇത് ആരയച്ചു എന്നുള്ളത് എനിക്കൊരു ധാരണയുമില്ല. അപ്പം ഞാൻ സക്കീർ ഹുസൈൻ ഉടനെ വിളിച്ചു പറഞ്ഞു, ഫ്രീലാൻസ് ചെയ്യാനുള്ള കത്ത് അയക്കരുത്, കാരണം പിന്നെ ഇത് മാറി കേരള കൗമുദി ആക്ച്വലി പരസ്യം നൽകിയിട്ടുണ്ട്, നമ്മളത് അതിനനുസരിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ സക്കീർ ഹുസൈൻ നേരത്തെ മുമ്പ് കാണിച്ച ഇതുപോലെ തന്നെ തൃശ്ശൂർ വിട്ട് പോകാനായിട്ട് സാക്കിർ ഹുസൈൻ, അതിനകത്തുള്ള ഏറ്റവും വലിയ ഓഫർ തിരുവനന്തപുരത്ത് ഒരു സ്ഥിരം ജോലി എന്നുള്ളതാണ്. അത് സാക്കിർ ഹുസൈന് തീരെ പിടിച്ചില്ല. കാരണം തൃശ്ശൂർ വിട്ട് പുന്നയൂർക്കുളം വിട്ട് സാക്കിർ ഹുസൈന് പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് സാക്കിർ ഹുസൈൻ, ഞാൻ അതിനകത്ത് അയക്കുന്നില്ല, നീ അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയക്കുന്നു. അയച്ചിട്ട് എനിക്ക് ഒരാഴ്ചക്കകം എനിക്കൊരു കത്ത് വരുന്നു. അന്നത്തെ കേരള കൗമുദിയുടെ എഡിറ്ററായിരുന്ന AP വിശ്വനാഥൻ സാറിൻ്റെ കത്താണ്. സാർ പറയുന്നത്, ഇവിടെ ഒരു കാർട്ടൂണുകൾ നിങ്ങൾ അയക്കണം, എലക്ഷൻ കാലമാണ്, 1999 എലക്ഷൻ കാലമാണ്. എലക്ഷൻ കാലത്ത് എലക്ഷൻ സമയം സംബന്ധിച്ച കാർട്ടൂണുകൾ നിങ്ങൾക്ക് അയക്കണം, കൊള്ളാവുന്നതാണെങ്കിൽ ഞങ്ങൾ കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തന്നെ തൃശ്ശൂർ, ഇപ്പോൾ കേരള കൗമുദി തൃശ്ശൂർ, ഞങ്ങളുടെ ഭാഗത്ത് കേരള കൗമുദിക്ക് പ്രചാരം കുറവാണ്. അപ്പോൾ നേരെ തൃശ്ശൂർ കേരള കൗമുദി കിട്ടണമെങ്കിൽ ടൗണിൽ പോയിട്ട് ബുക്ക് സ്റ്റാളിൽ പോയിട്ട് വാങ്ങിക്കണം. ഞാൻ അപ്പം തന്നെ പോയി ടൗണിൽ പോയിട്ട് ബുക്ക് വാങ്ങിച്ചു. ഇവിടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് AK ആൻ്റണിയുമായിട്ട്, അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആൻ്റണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർട്ടൂൺ വരച്ച് ഞാൻ കൗമുദിക്ക് ഫാക്സ് ചെയ്തു. അന്ന് ഫാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ബാലേട്ടൻ വളരെ പരിഭവത്തോടു കൂടിയിട്ട് വിളിക്കുകയാണ് എന്നെ. നിങ്ങൾ
കേരളകൗമുദിയിൽ ജോയിൻ ചെയ്ത കാര്യം എന്നോട് പറയാതിരുന്ന മോശമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ പാലേട്ടാ, ഞാനൊരു കാർട്ടൂൺ അയച്ചിരുന്നു എന്നല്ലേ അവർക്ക്. നിങ്ങളുടെ കാർട്ടൂൺ ഒന്ന് 1-ാം പേജിലുണ്ട്, എന്നോട് യേശുദാസൻ എന്നെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ തലേദിവസം രാത്രി അയച്ച കാർട്ടൂൺ പിറ്റേ ദിവസം കേരളകൗമുദി പോലെ ഒരു പത്രത്തിൻ്റെ 1-ാം പുറത്ത് വരിക എന്ന് പറയുന്നത്. ഞാൻ അവിടെ പോയി, ഞാൻ പത്രം വാങ്ങിച്ച് ബാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് ഞാൻ ജോയിൻ ചെയ്തതല്ല, ആക്ച്വലി ഒരു മത്സരമാണ് ഇവിടെ. അങ്ങനെ ഞാൻ അന്നും കാർട്ടൂൺ അയച്ചു, അതും വന്നു. 3-ാമത്തെ ദിവസം ഞാൻ കാർട്ടൂൺ അയച്ച് വന്നില്ല, വേറെ കാർട്ടൂണിസ്റ്റിൻ്റെ കാർട്ടൂൺ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മത്സരം വേറെ ആളുണ്ട്, ഞാൻ മാത്രമല്ല ഉള്ളത്. അത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു നയമായിരുന്നു. കാരണം ഒരു ദിവസം ഒരു കാർട്ടൂൺ വരയ്ക്കാൻ ചിലപ്പോൾ ഒരാൾക്ക് പറ്റും, പക്ഷെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാർട്ടൂണുകൾ തുടർച്ചയായിട്ട് ഐഡിയാസ് ഉണ്ടാക്കാനായിട്ട് എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരുപക്ഷെ അത്തരമൊരു ചിന്താഗതിയായിരിക്കാം കേരളകൗമുദിയുടെ അന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം, കാരണം അത് മറ്റൊരു കഥയാണ് ശരിക്കും. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച്, തൃശ്ശൂരിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് കാർട്ടൂണുകൾ വരുന്ന മത്സരത്തിൽ വേറെ ആളുണ്ട് എന്നുള്ളതും വലിയൊരു, ഞാൻ കൂടുതൽ, കാരണം ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ, 1-ാമന് മാത്രമേ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിത്യം വരയ്ക്കുന്നു, ഫാക്സ് ചെയ്യുന്നു, പലതും വരുന്നു. അന്ന് യാത്രകൾക്കിടയിലെല്ലാം വരച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് എൻ്റെ എൻറോൾമെൻറ്റ് വന്നത്. അതിനിടയിലും ഹൈക്കോടതിയിലിരുന്നൊക്കെ ഞാൻ വരച്ച് അയച്ചു. അവസാനം ഒരു മാസത്തിൻ്റെ അവസാനം 30 ദിവസത്തിനിടയിൽ 21 കാർട്ടൂണുകൾ എൻ്റെ പ്രസിദ്ധീകരിച്ചു. അവസാനം ആ മാസത്തിൻ്റെ അവസാനം എനിക്ക് AP വിശ്വനാഥൻ സാറിൻ്റെ കോൾ വന്നു. വി ആർ ഗെറ്റിംഗ് യുവർ കാർട്ടൂൺസ് ആൻഡ് നൗ വി വാണ്ട് ടു സീ യു, സോ യു പ്ലീസ് കം ടു ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രതിസന്ധി അവിടെ വന്നു. കാരണം ഇവരെൻ്റെ ബയോഡാറ്റ, കൗമുദിയിൽ ബയോഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് BSc LLB എന്ന് കിടക്കുന്നു. അപ്പോൾ ഇയാൾ പ്രാക്ടീസ് ചെയ്യാതെ, ഇയാൾ വക്കീലാണ്, ഇയാൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് അത് ഉപേക്ഷിച്ച് ഇവിടേക്ക് വരുമോ, എൻ്റെ സ്വപ്ന ജോലിയാണ്, അതറിയില്ലല്ലോ. അത് സംസാരിക്കാനായിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് പിന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് പിന്നെ അങ്ങനെയാണ് 2001 മെയ് 14-ാം തീയതി കാർട്ടൂണിസ്റ്റായിട്ട് കൗമുദിയിൽ ജോലി ചെയ്യുന്നത്. അതാണ് ഒരു വലിയ ഒരു യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത്. ഗോപികൃഷ്ണൻ്റെ കാർട്ടൂണുകൾ സ്ഥിരമായിട്ട് കാണാറില്ല. ടൗൺ ഹാളിൽ ലൈബ്രറിയിൽ പോകുന്ന സമയത്താണ് കേരളകൗമുദി കിട്ടാറുള്ളത്. ആ സമയത്ത് എനിക്ക് ഗോപികൃഷ്ണൻ്റെതായിട്ടുള്ള ആ സമയത്ത് എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയുള്ളത് ലീഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട്. അപ്പോൾ കൗമുദിയിൽ വളരെ രസികനായിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന കാർട്ടൂൺസ് BN ഗഫൂർ സാറിൻ്റെയും യേശുദാസൻ്റെയും ഒക്കെയാണ്. കാരണം കൗമുദി നമുക്ക് കാണണമെങ്കിൽ ലൈബ്രറിയിൽ പോകേണ്ട അവസ്ഥ അന്ന് തൃശ്ശൂർ ഭാഗത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൗമുദിക്ക് വലിയ പ്രചാരം ഉണ്ടായിരുന്നില്ല. പക്ഷെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ഗോപികൃഷ്ണൻ എന്ന ഒരു കാർട്ടൂണിസ്റ്റ് തിരുവനന്തപുരത്ത് കൗമുദിയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് വലിയ ബോധവാനായിരുന്നില്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പണിക്ക് വരില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഗോപി ഉണ്ടാക്കിയ ഒരു സ്പേസ് കാർട്ടൂൺ രംഗത്ത് എന്തുമാത്രം വലുതായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത്. പക്ഷേ ഒരുപക്ഷെ ഗോപി മാറിയത് ഒരു ഇലക്ഷൻ കാലത്തല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗോപി അത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ കൗമുദി ചിലപ്പോൾ ഗോപിക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കില്ലായിരുന്നു. അപ്പോൾ കൗമുദിയിൽ എനിക്ക് വരാൻ പറ്റിയത് തീർച്ചയായിട്ടും ഗോപികൃഷ്ണൻ കാരണം തന്നെയാണ്. ഗോപി ഉണ്ടാക്കിയിട്ടുള്ള കാർട്ടൂൺ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്പേസും അതിൻ്റെ ആ ഒരു ശക്തിയുമൊക്കെ വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു കാർട്ടൂണിസ്റ്റ് പോകുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ അന്ന് വന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു കഥ കൂടി ഇതോടൊപ്പം പറയാറുണ്ട്. കാർട്ടൂൺ രംഗത്ത് ശ്രദ്ധേയമാവാൻ വന്ന ഒരു മത്സരത്തിന്റെ കഥയാണ്. അത് കൗമുദിയിൽ ചേരുന്നതിന് 1 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. അതും രസമുള്ള ഒരു കഥയാണ്. കൊല്ലത്ത് ഇലക്ഷൻ നടക്കുന്നു. 1999 ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കൊല്ലത്ത് അന്ന് P. രാജേന്ദ്രനാണ് കൊല്ലത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി. അപ്പൊ എൻ്റെ ഫ്രണ്ട്, വ്യാസ കോളേജിലെ എൻ്റെ ഫ്രണ്ടിന്റെ അമ്മാവനാണ് P. രാജേന്ദ്രൻ. അപ്പൊ ബാലു ഇന്ന് മാതൃഭൂമി ന്യൂസിന്റെ ഡൽഹിയിലെ ന്യൂസ് കറസ്പോണ്ടന്റ് ആണ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ്.
ബാലുവിന്റെ അമ്മാവനാണ് പി രാജേന്ദ്രൻ. ബാലു പറയുന്നു നമുക്ക് കൊല്ലത്ത് പോയിട്ട് പ്രചരണം കണ്ടാലോ എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ പോകുന്നു, കൊല്ലത്ത് പോകുന്നു, പി രാജേന്ദ്രന്റെ പ്രചരണം. അപ്പോൾ ബാലുവിൽ നിന്ന് അറിയുന്നത് കൊല്ലത്ത് നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ ബാലുവിന്റെ കൂടെ വന്നത് കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിൽ സ്ഥിരമായിട്ട് കാർട്ടൂണിന് സമ്മാനം കിട്ടുന്ന ആളാണ്, കലോത്സവത്തിന്റെ ചിത്രപ്രതിഭയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ പെട്ടെന്നൊരു ഐഡിയ വരുന്നു, പ്രചരണത്തിന്, ഇലക്ഷൻ പ്രചരണത്തിന് കാർട്ടൂൺസ് ഉപയോഗിക്കാം എന്ന് ഒരു ഐഡിയ വരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ കാർട്ടൂൺ വരയ്ക്കുകയാണ് കൊല്ലത്ത് പി രാജേന്ദ്രന് വേണ്ടിയിട്ട്. അപ്പോൾ കാർട്ടൂൺ, അതിൽ വരച്ച ഒരു കാർട്ടൂൺ അത് വളരെ രസം, ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാർട്ടൂണാണ് അത്. 1999 തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആകുമെന്ന് വിചാരിച്ചിരുന്ന കെ കരുണാകരൻ മുകുന്ദപുരത്തേക്ക് മാറുകയാണ്. മുകുന്ദപുരത്ത് എം ശ്രീധരനാണ് അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി. മുകുന്ദപുരത്ത് മത്സരിക്കാനായിട്ട് പോകുന്നു. പകരം ഇവിടെ VS ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു പുതിയ ആളെ കരുണാകരൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്ന് O രാജഗോപാലാണ് BJPക്ക് മത്സരിക്കുന്നത്. അപ്പോൾ O രാജഗോപാലിനെതിരെ വീക്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇട്ടുകൊടുത്ത് പകരം ഇതിന്റെ സഹായം മുകുന്ദപുരത്ത് കരുണാകരന് BJP-യിൽ നിന്ന് വാങ്ങാമെന്നുള്ള ഒരു അന്തർധാര ഉണ്ട് എന്ന് CPM കേന്ദ്രങ്ങൾ അടിച്ചിറക്കുന്ന സമയമാണ് അത്. അങ്ങനെ അന്തർധാര ഉണ്ടോ ഇല്ല എന്നുള്ളത് പിന്നീട് അറിഞ്ഞുകൂടാ അത്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് EK നായനാരാണ് മുഖ്യമന്ത്രി. അപ്പോൾ EK നായനാര് ഞാൻ വരച്ച കാർട്ടൂൺ കരുണാകരൻ മുകുന്ദപുരത്തേക്ക് ഒരു ബാഗുമായിട്ട് പോവുകയാണ്. അപ്പൊ കരുണാകരൻ കൃഷ്ണഭക്തനാണല്ലോ. കരുണാകരൻ പറയുന്നത് അനന്തപത്മനാഭോ ഗോപാല മുകുന്ദ രക്ഷിക്കണേ, എല്ലാം കൃഷ്ണന്റെ പര്യായങ്ങളാണ്. അനന്തപത്മനാഭോ ഗോപാല മുകുന്ദ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുകുന്ദപുരത്തേക്ക് യാത്രയാകുമ്പോൾ ഇത് നായനാര് വോട്ടർക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു ഒരു കാർട്ടൂൺ. അത് ഇദ്ദേഹം പറയുന്നത് അനന്തപത്മനാഭോ എന്ന് പറഞ്ഞാൽ അനന്തപുരത്ത് പത്മചിഹ്നത്തിൽ മത്സരിക്കുന്ന O ഗോപാല എന്ന് പറഞ്ഞാൽ O രാജഗോപാൽ. അനന്തപത്മനാഭോ ഗോപാല എന്ന് പറഞ്ഞാൽ അനന്തപുരത്ത് പത്മചിഹ്നത്തിൽ മത്സരിക്കുന്ന O ഗോപാല മുകുന്ദ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മുകുന്ദപുരത്ത് എന്നെ രക്ഷിക്കണേ എന്നുള്ളതാണ് ഈ കാർട്ടൂൺ. അങ്ങനെ വരച്ചു. കൊല്ലത്ത് പി രാജേന്ദ്രന്റെ ഇലക്ഷനിൽ ഇത് പോസ്റ്ററായിട്ടും ബ്രോഷറായിട്ടൊക്കെ വന്നു. അങ്ങനെ ഈ കാർട്ടൂണിന്റെ ഒറിജിനൽ എൻ്റെ കയ്യിൽ ഉണ്ട്. ഇതുമായിട്ട് ഞാൻ തൃശ്ശൂർ വന്ന് പിന്നെ ആ സമയത്ത് വീട്ടിൽ നിന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ COF ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഞങ്ങളുടെ അയൽവാസിയും സുഹൃത്തും ഞങ്ങളുടെയൊക്കെ ഒരു ആരാധനാപാത്രമായിട്ടുള്ള ജയരാജ് വാര്യർ, ഞങ്ങളുടെ അയൽവാസിയും അടുത്ത നാട്ടുകാരനൊക്കെയാണ്, ജയരാജ് വാര്യരുണ്ട്. അപ്പൊ ജയരാജ് വാര്യരെ കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കാർട്ടൂൺ പുള്ളി കണ്ടു. എൻ്റെ പോക്കറ്റിലിരിക്കുന്ന കാർട്ടൂൺ കണ്ടിട്ട് പുള്ളി പറഞ്ഞു, ഇത് ഗംഭീര കാർട്ടൂൺ ആണല്ലോ, ഇതൊരു മനോരമയുടെ ഒരു മത്സരമുണ്ട്, അതിനകത്ത് അയക്കണം എന്ന് പറഞ്ഞ് അതേ കാർട്ടൂൺ ജയരാജ് വാര്യരെ പോലെ ഒരാള് അഭിനന്ദിച്ച ഒരു കാർട്ടൂൺ ഞാൻ മലയാള മനോരമയുടെ സംസ്ഥാന കാർട്ടൂൺ മത്സരത്തിന് അയക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് മനോരമയുടെ റിസൾട്ട് വരുന്നു. സംസ്ഥാന കാർട്ടൂൺ മത്സരത്തിൽ ഈ കാർട്ടൂണിന് 1ാം സമ്മാനം ലഭിച്ചു. മനോരമയിൽ നിന്ന് കോള് വന്നു. അപ്പോൾ സമ്മാന വിജയികൾക്ക് ആദ്യത്തെ 15 പേർക്ക് മനോരമ കോട്ടയത്ത് ഒരു കാർട്ടൂൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കുന്നത് യേശുദാസൻ, തോമസ് ജേക്കബ്, പ്രകാശ് ഷെട്ടി അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അതായിരുന്നു സത്യത്തിൽ കാർട്ടൂണിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ഒരു കോച്ചിങ് എന്ന് പറയുന്നത്. ശരിക്കും ഞാനൊരു പത്രസ്ഥാപനത്തിലെ കാർട്ടൂണിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് കാർട്ടൂൺ ക്യാമ്പിൽ നിന്നായിരുന്നു. അത് വരയുടെ രീതികളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നത് യേശുദാസൻ സാറാണ്, തോമസ് ജേക്കബ് സാറാണ്. അപ്പോൾ അത് 1999 കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ ജയകാഹളം എപ്പിസോഡ് വരുന്നത്. അതിനുശേഷമാണ് കൗമുദി വരുന്നത്. അപ്പൊ കൗമുദിയിൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കോച്ചിങ് എന്ന് പറയുന്നത് മലയാള മനോരമയുടെ ആ കാർട്ടൂൺ ക്യാമ്പാണ്. അതിലേക്ക് നയിച്ചതും വളരെ യാദൃശ്ചികമായിട്ടുള്ള ഈ സംഭവമാണ്. തിരുവനന്തപുരത്ത് ഞാൻ വന്ന് ആദ്യം പോയത് കഥാകൃത്തായിട്ടുള്ള M സുകുമാരന്റെ വീട്ടിലാണ്. കാരണം M സുകുമാരന്റെ മകൾ രജനി മന്നാടിയാരാണ് എനിക്ക് ആ കത്ത് എഴുതിയത്. ആ കത്ത് രജനി ചേച്ചി അന്ന് അതൊരു തമാശക്കത്തായിരുന്നു. ആക്ച്വലി എൻ്റെ സുഹൃത്തായിട്ടുള്ള കണിമംഗലത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രശാന്തിന്റെ അച്ഛനും M സുകുമാരനും ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ പ്രശാന്ത് M സുകുമാരന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പ്രശാന്ത് ഈ പരസ്യം കാണുകയും
പക്ഷെ നേരിട്ട് ഈ പരസ്യം ഇങ്ങനെ അയക്കുന്നതിന് പകരമായിട്ട് എന്നെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ആരാധിക അയക്കുന്ന പോലെ ഒരു പെൺകുട്ടി, അപ്പൊ പെൺകുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കവയിത്രിയായിട്ടുള്ള രജനി മന്നാടിയാർ രംഗത്ത് വരുന്നത്. അങ്ങനെ രജനി ചേച്ചി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ രജനി ചേച്ചിയെ കൊണ്ടാണ് ഇത് എഴുതിക്കുന്നത്. പിന്നീട് ഈ കഥ അറിഞ്ഞതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ആദ്യം പോയത് എം സുകുമാരനെ കാണാനായിട്ടാണ്. എം സുകുമാരനെ കണ്ട് രജനി ചേച്ചിയെ കണ്ട് എനിക്ക് ആ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷം പങ്കിട്ടിട്ടാണ് കൗമുദിയിൽ വരുന്നത്. കൗമുദി ശരിക്കും ആ സമയത്ത് കൗമുദി എന്നുള്ളത് ഒരു സ്വപ്നലോകമാണ്. കാരണം ഞാനിരിക്കുന്നത് പത്രപ്രവർത്തനത്തിൽ ആദ്യത്തെ ദിവസം വരുന്ന ഞാനിരിക്കുന്നത് ലെജൻസിന്റെ കൂടെയാണ്. അന്ന് MS മണി സാറ്, NRS ബാബു സാറ്, N രാമചന്ദ്രൻ സാറ്, S ബാസുരേന്ദ്രൻ, V ശശിധരൻ, കള്ളിക്കാട് രാമേന്ദ്രൻ, EV ശ്രീധരൻ, അങ്ങനെ ഉള്ള ഒരു വലിയ നിരയാണ് ഉള്ളത്. അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പിറവന്തൂർ ശശിധരൻ, VV വേണുഗോപാല്, പിന്നെ അങ്ങനെയുള്ള ഒരു രണ്ടാം നിരയിൽ. അങ്ങനെ അതിനുശേഷം അന്നത്തെ യുവതലമുറ, കൗമുദിയെ ചലിപ്പിക്കുന്ന തലമുറ എന്ന് പറയുന്നത് BV പവനൻ, PV മുരുകൻ, VS രാജേഷ്, MB സന്തോഷ്, BC ജോജോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം. അങ്ങനെ പല തട്ടിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ ഒരു കൂട്ടത്തിലേക്കാണ് ഏറ്റവും തുടക്കക്കാരനായിട്ടുള്ള ഞാൻ വരുന്നത്. പക്ഷേ മണിസാറിന്റെ അസാമാന്യമായ ഹ്യൂമർ സെൻസ് ഉള്ള ഒരു ചീഫ് എഡിറ്റർ ആയിരുന്നു MS മണി സാറ്. മണിസാറിന്റെ ഒരു കീഴില്, അല്ലെങ്കിൽ മണിസാറിന്റെ ഒരു പത്രത്തില് ആ ഡ്യൂ റെസ്പെക്റ്റോട്, കാർട്ടൂണിസ്റ്റിന് കിട്ടുന്ന ആ ഡ്യൂ റെസ്പെക്റ്റോട് കൂടിയിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പത്രപ്രവർത്തനത്തിൽ ഒരു ഇന്റേൺ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ ഓഫീസിൽ കടന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകരണമായിരുന്നില്ല എനിക്ക് കൗമുദിയിൽ കിട്ടിയത്. എങ്ങനെയാണോ പത്രത്തിന്റെ ഒരു സ്റ്റാഫ് കാർട്ടൂണിസ്റ്റ് ആയിട്ട് സീനിയർ ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണോ സ്വീകരിക്കുക, അതേ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ചീഫ് എഡിറ്റർ ആയിട്ടുള്ള MS മണി സാറും അന്നത്തെ അസോസിയേറ്റ് എഡിറ്റർ അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റോറിയൽ അഡ്വൈസർ ആയിട്ടുള്ള N രാമേന്ദ്രൻ സാറും ഒക്കെ എന്നോട് പെരുമാറുക. അവർ അത്രയും ലെജൻസ് ആയിട്ടുള്ള ആ ആളുകൾ കാണിച്ച വാത്സല്യവും അവര് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പിന്തുണയില്ലെങ്കിൽ നമുക്ക് കാർട്ടൂണിൽ വളരാൻ പറ്റില്ലായിരുന്നു. കാരണം കാർട്ടൂണിസ്റ്റ് എന്നുള്ളത് വെറും ഒരു ജോലിയല്ല എന്ന് അവർ ആദ്യ ദിവസം തന്നെ പറഞ്ഞു. ഞാൻ എൻ്റെ ജോലി സമയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കാർട്ടൂണിസ്റ്റിന് അങ്ങനെ സമയമില്ല, വരിക, പത്ര ഓഫീസിന്റെ എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അത് തന്നെ വലിയൊരു അംഗീകാരമാണ്. പത്രത്തിൽ ജോയിൻ ചെയ്ത അന്ന് തന്നെ പത്രാധിപ സമിതിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവസരം ലഭിച്ച ഒരു തുടക്കക്കാരനാണ് ഞാൻ. അപ്പോൾ അവിടെ ഇരിക്കാം, നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോകാം, യുവർ ഫ്രീ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, സിനിമയ്ക്ക് പോകാം. അങ്ങനെ ഒരു 10 മുതൽ 5 വരെ ഇരുന്ന് ചെയ്യേണ്ട ജോലിയല്ല എന്ന് ആദ്യമേ എന്നോട് പറയുന്നത് ചീഫ് എഡിറ്റർ ആയിട്ടുള്ള മണി സാറാണ്. അങ്ങനെയല്ല കാർട്ടൂൺ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരച്ചാൽ മതി, തല്ലിപ്പഴിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ഈ ശശിധരൻ സാറുണ്ട്. കാർട്ടൂൺ ഇല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കണ്ട. അപ്പൊ അത്രത്തോളം സ്വാതന്ത്ര്യം, ഒരുപക്ഷെ സ്വന്തം പത്രത്തിൽ മാത്രം ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ജോലിയിൽ ചേർന്ന ആദ്യ ദിവസം തന്ന ഒരു സ്ഥാപനമാണ് കൗമുദി. അത് എനിക്ക് തോന്നുന്നു അത്തരം ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ MS മണി സാറ് OV വിജയനോടൊപ്പം, ടോംസിനോടൊപ്പം ഒക്കെ, മലയാറ്റൂരിനൊപ്പം ഒക്കെ, അല്ലെങ്കിൽ ആ കാലത്ത് ഞാൻ ഓർമ്മകളുടെ ആൽബമൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നെടുമുടി വേണുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, വലേന്ദ്രമേനോന്റെ ഏത് പുസ്തകങ്ങൾ, ആ സമയത്തുള്ള പ്രഗത്ഭരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും മണിസാറിനെ കുറിച്ച് ഒരു റെഫറൻസ് ഇല്ലാത്തൊരു പുസ്തകമില്ല. കാരണം ബഷീറിന്റെ പുസ്തകങ്ങൾ വായിക്കും, MS മണിയെ പോയി കാണൂ, MS മണി ഒരു പരിഹാരം ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് നെടുമുടി വേണുവിനെ ഇത്ര സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നത്, അപ്പോൾ MS മണിയെ പോയി കാണൂ, അപ്പോൾ അവിടെ ഒരു ജോലി ഉണ്ടാക്കി. അങ്ങനെ മണിസാറ് ആ സമയത്ത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഉള്ള പ്രഗത്ഭരെ വളർത്തിയെടുക്കുന്നതിൽ എത്രമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് വായിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ സാറിന്റെ അടുത്താണ് നേരിട്ട് ഫസ്റ്റ് ഡേയിൽ നമ്മൾ മീറ്റിങ്ങിലിരിക്കുന്നത്. അപ്പൊ കാർട്ടൂണൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാറ് ഒരു കുട്ടിയെ പോലെ പൊട്ടിച്ചിരിക്കുന്ന സാറുണ്ട്. അല്ലെങ്കിൽ സാറിന്റെ ഒരു പ്രത്യേക ആക്ഷൻസ് ഒക്കെ ഉണ്ട്. കാർട്ടൂൺസ് കണ്ടിട്ട് സാറ് അതിനെ എൻജോയ് ചെയ്യുന്നത്, അത് തന്നെ നമ്മളുടെ നമ്മൾ ഒരുപാട് അങ്ങ് ടെൻഷൻ ഫ്രീ ആവും സാറിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ.
അപ്പോൾ അങ്ങനെ മണിസാറിന്റെയും രാമേന്ദ്രൻ സാറിന്റെയും ഒക്കെ, രാമേന്ദ്രൻ സാറാണ് എനിക്ക് പിറ്റേ ദിവസം എന്റെ സീറ്റ് മണിസാറ് നിശ്ചയിച്ചത് രാമേന്ദ്രൻ സാറിന്റെ തൊട്ടടുത്താണ്. അന്നത്തെ എഡിറ്റോറിയൽ അഡ്വൈസർ ആയിരുന്ന രാമേന്ദ്രൻ സാറിന്റെ തൊട്ടടുത്ത് ഞാൻ വന്നിരിക്കുമ്പോൾ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ ഗോപികൃഷ്ണൻ കുടഞ്ഞിട്ട മഷിപ്പാടുകളാണ് അവിടെ. അപ്പോൾ കാരണം കാലിഗ്രഫി പേന കൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ പിന്നെ അതിനു മുമ്പ് ആ മഷി കട്ട പിടിച്ചിട്ടുണ്ടാവും. ആ കട്ട പിടിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് മഷി ഒന്ന് കാർട്ടൂണിസ്റ്റ് ഒന്ന് കുടയും. അപ്പോൾ നിലത്ത് നോക്കുമ്പോൾ അവിടെ നിലത്ത് മുഴുവൻ പഴയ മഷിപ്പാടുകളാണ്. അപ്പോൾ ഒരു കാർട്ടൂണിസ്റ്റിനെ എങ്ങനെയാണ് ഒരു സ്ഥാപനം സപ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എഡിറ്റോറിയൽ എഴുതുന്ന ആളുടെ തൊട്ടടുത്താണ് കാർട്ടൂണിസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ കാർട്ടൂണും എഡിറ്റോറിയൽ പോളിസിയുമായിട്ടുള്ള ആ ബന്ധം എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാവുകയാണ്. മണിസാറിന്റെ ആ ഒരു വിഷനും ഒപ്പം തന്നെ ഗോപികൃഷ്ണൻ എന്നുള്ള അസാമാന്യ പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അത് അതിഭീകരമായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിയുന്നത്. കാരണം വന്ന കാലത്ത് മുഴുവൻ എല്ലാ ആളുകളും എന്നെ ഗോപിയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടുള്ള ആയിരുന്നു. എല്ലാവരും മറ്റൊരു ഗോപികൃഷ്ണൻ അല്ലെങ്കിൽ ഗോപിയെ പോലെ ആവുന്നില്ല. എപ്പോഴും ഗോപിയുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒരു തുടക്കക്കാരന്, സാധാരണഗതിയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു തുടക്കക്കാരന് അത്രത്തോളം ഒരു പ്രതിസന്ധി നേരിടേണ്ട അവസ്ഥയില്ല. പക്ഷെ നമ്മൾ എന്ത് വരച്ചാലും എന്ത് ചെയ്താലും ഗോപികൃഷ്ണനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ട് ഞാൻ ചെയ്തത് ഗോപി ഒരു കാലത്ത് പിന്നെ ഗോപി എന്താണ് ചെയ്തതെന്ന് അറിയാനായിട്ട് ഞാൻ മുഴുവൻ കൗമുദിയുടെ തൊട്ടടുത്ത മുറിയിൽ തന്നെ നമ്മളുടെ ഇതിൽ പോയിട്ട് കൗമുദിയുടെ പഴയ ലക്കങ്ങൾ മുഴുവൻ എടുത്ത് പത്രങ്ങൾ മുഴുവൻ നോക്കിയിട്ട് ഗോപിയുടെ കാർട്ടൂണുകൾ മുഴുവൻ കാണുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ കണ്ട് എനിക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടുന്നത് അപ്പോഴാണ് ശരിക്കും ഞാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത്. പക്ഷെ ആ സമയത്തുള്ള ഒരു ഗുണം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ വിഷയങ്ങൾക്ക് ക്ഷാമമില്ലാത്ത ഒരു വിഷയമായിരുന്നു. ഇലക്ഷൻ കാലമാണ് അത്. പക്ഷെ അപ്പൊ നിരന്തരം നമുക്ക് വരയ്ക്കാനായിട്ട് ആശയത്തിന് വേണ്ടിയിട്ട് അലഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നും പുതിയ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വരയ്ക്കുന്നു. പിന്നെ എന്ത് വരച്ചാലും പിന്നെ നമ്മുടെ വരയുടെ ഒരു മിഴിവിനേക്കാൾ അപ്പുറത്ത് ആശയ രൂപീകരണത്തിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം കൗമുദിയിൽ വരുന്നതിന് മുമ്പ് നിത്യമായിട്ട് ഒരു വർഷം സ്ഥിരമായിട്ട് ദിവസവും വരച്ച് ഒരു ശീലം എനിക്കുള്ളത് കൊണ്ട് ഡെയിലി കാർട്ടൂൺ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ആശയം നല്ലതാണെങ്കിൽ കാർട്ടൂൺസ് സ്വീകരിക്കപ്പെടാൻ തുടങ്ങി. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഗോപിയെ പോലെ ആവുന്നില്ല, അല്ലെങ്കിൽ ഗോപിയെ അനുകരിക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ കാലക്രമത്തിൽ അപ്പുറത്ത്, അല്ലെങ്കിൽ മറ്റൊരു ഉയർന്നു കേട്ട ഒരു ഇതായിരുന്നു, ഗോപി പോയതിനു ശേഷവും പുതിയൊരാൾ വന്നു, ഇതിന് ഐഡിയ ഫാക്ടറി എന്നുള്ളത് കൗമുദിയിൽ എവിടെയാണോ മറ്റൊരു കേന്ദ്രമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഒന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു മുഖ്യധാര പത്രത്തിൽ കാർട്ടൂണിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെങ്കിൽ ആ സമയത്ത് ഒരുപാട് ജോർജ് ഓണക്കൂർ സാറിന്റെ പത്രവിശേഷം, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോളിന്റെ മാധ്യമ വിചാരം, മാധ്യമം വീക്കിലി നൽകി പലയിടത്തും നമ്മുടെ കാർട്ടൂൺസ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ കൗമുദിയിൽ വരയ്ക്കുന്നതിന് അപ്പുറത്ത് പിന്നെ നമ്മുടെ കാർട്ടൂണുകൾ പുറത്തും ചർച്ച ചെയ്യാവാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ പതുക്കെ ക്രമാനുഗതമായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ പ്രതിസന്ധിയെ ശരിക്കും മറികടന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഗോപി ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെ കുറിച്ച് വലിയ ബോധവാനല്ല ഞാൻ. പിന്നീട് പുറത്തു പോകുമ്പോഴോ ക്ലബിൽ പോകുമ്പോഴോ പ്രസ് ക്ലബിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴോ ഒക്കെയാണ് ഇത് ഗോപി ചെയ്തിരുന്നത് ഇങ്ങനെയാണ് എന്നുള്ള സാധനം ഒക്കെ വരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ കാർട്ടൂൺ ലോകത്ത്, ശരിക്കും കാർട്ടൂൺ ലോകത്ത് ഒരു പുതിയൊരു സെൻസിബിലിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ആളായിരുന്നു ഗോപികൃഷ്ണൻ എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. ഒരുപക്ഷെ ആശയങ്ങൾ സ്വീകരിക്കുന്ന, കാർട്ടൂണായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിൽ ചില എലമെന്റ്സിൽ, ചില കാർട്ടൂണുകളുടെ കാര്യത്തിൽ ഗോപികൃഷ്ണനും ഞാനുമായിട്ടൊക്കെ ഒരു സാമ്യം ഉണ്ടാവാറുണ്ട്. ഒരേ കാർട്ടൂൺസ് ഒരേ ദിവസം 2 പത്രങ്ങളിൽ വരച്ച, ഒരേ തോട്ട് പ്രോസസ്സിൽ ഒരേ കോളമായിട്ട് വരച്ച ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. കാരണം 2 പേര് ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുക എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഗോപികൃഷ്ണനെ പോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ആ കാർട്ടൂണിസ്റ്റ് പെട്ടെന്ന് കൗമുദി ഒരു എലക്ഷൻ കാലത്ത് കൗമുദി വിട്ട് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക്
പോകാൻ ഉള്ളൊരു അവസ്ഥ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കൗമുദിയിൽ ആ സമയത്ത് പുതിയൊരു കാർട്ടൂണിസ്റ്റിനെ എടുക്കുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോപികൃഷ്ണൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് ഗോപികൃഷ്ണന്റെ ഒരു പിന്മുറക്കാരനായിട്ട് ഞാൻ വരാനായിട്ടുള്ള കാരണമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. ശരിക്കും സത്യത്തില് ആദ്യകാല കാർട്ടൂണിസ്റ്റുകളുടെ ഒരു ഗുണം എന്തായിരുന്നു? ഇവർക്ക് എല്ലാവർക്കും സ്വന്തം പത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കറിന് സ്വന്തമായിട്ട് ശങ്കേഴ്സ് വീക്കിലി ഉണ്ടായിരുന്നു, ടോംസിന് ടോംസ് കോമിക്സ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും വിജയിച്ച ബാൽ താക്കറയ്ക്ക് മാർമിക് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാർട്ടൂണിസ്റ്റുകൾക്കും സ്വന്തമായിട്ട് പത്രാധിപർമാര് കൂടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആശയങ്ങൾ കൃത്യമായിട്ട് സ്വതന്ത്രമായിട്ട് അവർക്ക് വരയ്ക്കാനും പ്രസിദ്ധീകരിക്കാനും ഒന്നും തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷെ കേരളത്തില് അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. അത് ആ ശരിക്കും അത്തരം ഒരു കാർട്ടൂണിൻ്റെതായിട്ടുള്ള തനത് കൾച്ചർ കൊണ്ടുവന്നത് കൗമുദിയാണ്. അതിന് കാരണം എന്താണെങ്കിൽ കാർട്ടൂണിസ്റ്റിന് ഇവിടെ ലഭിച്ചിരുന്ന ഫ്രീഡമാണ്. ശരിക്കും സ്വന്തം പത്രത്തിൽ വരയ്ക്കുന്ന ഫ്രീഡം കാർട്ടൂണിസ്റ്റിന് ഇവിടെ മണിസാറ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അന്നത്തെ ചീഫ് എഡിറ്റർ ആയിരുന്ന മണിസാറ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അത് വളരെ എളുപ്പമല്ല അത്തരം ഒരു നിലപാട്. കാരണം എഡിറ്റോറിയൽ പോളിസിക്ക് എതിരായിട്ടുള്ള കാർട്ടൂണുകൾ പോലും ഒന്നാം പേജിൽ അടിച്ച അനുഭവങ്ങൾ എനിക്കുണ്ട്. കാർട്ടൂൺ നല്ലതാണെങ്കിൽ, കാർട്ടൂൺ രസിപ്പിക്കുന്നതാണെങ്കിൽ, കാർട്ടൂൺ തോട്ട് പ്രൊവോക്കിംഗ് ആണെങ്കിൽ അത് ഗംഭീരമായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാറ് പറയും. അപ്പോൾ അത് പിന്നെ കാർട്ടൂണിനെ സ്നേഹിക്കുന്ന ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നിര ഉണ്ടായിരുന്നു, ഒരു സീനിയർ ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ച് സീനിയർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകരുടെ നിരയുണ്ടായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയൊരാളെ വളരെ വാത്സല്യപൂർവ്വം അവിടെ കൊണ്ടു നടന്ന് എന്നെ പരിപാലിച്ചിരുന്ന ഒരു സീനിയർ സമൂഹം ഉണ്ടായിരുന്നു. വേണുവേട്ടൻ, പവനേട്ടൻ, മുരുകൻ ചേട്ടൻ, രാജേഷ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പരിലാളന നമുക്കുണ്ട്. ഒരു ദിവസം നമ്മൾ ടെൻഷനായിട്ട് കാർട്ടൂൺ മോശമാണെങ്കിൽ ഇവര് അത് നമ്മളോട് തുറന്നു പറയും, ഇന്ന് വേണ്ട, ഇന്ന് വരയ്ക്കണ്ട, സാരമില്ല, നീ ഒരു സിനിമയ്ക്ക് പോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത്രത്തോളം നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന, അതിനെ കൃത്യമായിട്ടുള്ള സർഗാത്മക ഭാവനയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സ്നേഹവും ലാളനയും എനിക്ക് കൗമുദിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും അത് വലിയ സംഭവമാണ്. ഒരു ഫോഴ്സ്ഫുള്ളി ഒരു കാർട്ടൂണിസ്റ്റിനോട് ഇത് വരയ്ക്കണം വരയ്ക്കരുത് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ഒരാൾക്ക് വളരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൗമുദിയുടെ ഒരു മികവ് അതാണ് ശരിക്കും. സ്വതന്ത്രമായിട്ടുള്ള വരയ്ക്കും സ്വതന്ത്രമായിട്ട് നിർഭയമായിട്ടുള്ള ഒരു ആശയപ്രകാശനത്തിനും ഇടം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 2001 വന്നിട്ട് എനിക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് 4 വർഷം കഴിഞ്ഞാണ്, 2005 അത് അപ്പോഴേക്കും വരയിൽ നമ്മളൊരു താളം, ഇടം ഒക്കെ കണ്ടെത്തിയ സമയമാണ്. 5 വർഷത്തിനിടയിൽ പാമ്പൻ മാധവൻ അവാർഡ് പോലെയുള്ള അവാർഡുകൾ കിട്ടി. പക്ഷെ എങ്കിലും ഒരു സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുന്നത് 2005. അത് ആ സാഹചര്യം എന്താണെങ്കിൽ വയലാർ രവി അന്ന് കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് എല്ലാ തവണയും ക്യാബിനറ്റ് റീഷഫിളിന്റെ വാർത്ത വരും, വയലാർ രവി മന്ത്രിയാവുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷെ അവസാന നിമിഷം വയലാർ രവി ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത് 2-3 തവണ ഇത് ആവർത്തിച്ചപ്പോ ആ സമയത്ത് ഒരു ഉണ്ടായിരുന്ന റൂമർ എന്താണെങ്കിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന AK ആന്റണിയാണ് ഇതിന് പിന്നിൽ എന്ന് ഒരു ശ്രുതി ഉണ്ടായിരുന്നു. അപ്പോ ഇതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു വാർത്ത വായിക്കുന്നതിന്റെ ഇടയിലാണ് ഈ വാർത്ത വന്ന് ആ വാർത്ത അവസാനിച്ച സമയത്താണ് ഖസാക്കിന്റെ ഇതിഹാസം വീണ്ടും വായിക്കുന്നത്. അന്ന് OV വിജയന്റെ ഞാറ്റുവരയിലേക്കൊക്കെ ഒരു യാത്ര നടത്തിയതിനു ശേഷം വീണ്ടും ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചപ്പോൾ അതിന്റെ അവസാനത്തെ വരി, ബസ് വരാൻ രവി കാത്തു കിടന്നു എന്ന വരി എൻ്റെ മനസ്സിൽ വരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ വയലാർ രവിയുടെ വാർത്തയായിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പക്ഷേ ആ സമയത്ത് ഈ സിറ്റുവേഷൻ ഇല്ല. ഈ കാർട്ടൂണിന്റെ ഐഡിയ എനിക്ക് വന്നു, ബസ് വരാൻ വയലാർ രവി കാത്തു കിടക്കുന്നു, പക്ഷെ ബസ് വരുന്നില്ല, അതാണ് വിഷയം. കേന്ദ്രമന്ത്രിസ്ഥാനമാകുന്ന ബസ് വരുന്നില്ല. പക്ഷെ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് എനിക്ക് തോന്നുകയും, പക്ഷെ അപ്പൊ പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നീട് അടുത്ത ക്യാബിനറ്റ് റീഷഫിളിന്റെ വാർത്ത വരുന്ന സമയത്ത് ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 2-3 മാസം മുമ്പ് വന്ന ഒരു ഐഡിയ ആണ് അത്, വയലാർ രവിയുടെ. അങ്ങനെ
അടുത്ത ക്യാബിനറ്റ് റിഷഫിളിന്റെ വാർത്ത വരുന്നു. പതിവ് പോലെ വയലാർ രവി ഇത്തവണയും മന്ത്രിയാവും എന്നുള്ള അഭ്യൂഹം വരുന്നു. ഞാനിതങ്ങ് വരയ്ക്കുന്നു. കാർട്ടൂൺ ഇതാണ്. ബസ് വരാനായിട്ട് വയലാർ രവി കാത്തു കിടക്കുകയാണ്. അപ്പൊ കാലില് അന്ന് ചുറ്റിയ പാമ്പായിട്ട് AK ആന്റണി ഉണ്ട്. ഈ ബസ് ഓടിക്കുന്നത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയാണ്. ആ ബസ്സിന് ടയറുകളൊന്നുമില്ല. ബസ് ഒരിക്കലും വരില്ല. ബസ് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ബസ് വരാൻ വയലാർ രവി കാത്തു കിടന്നു. അതാണ് ഒറ്റ വാചകമേ ഉള്ളൂ ഇതിൽ. ഈ കാർട്ടൂൺ ഈ കാർട്ടൂണിന് ഒരു പ്രശ്നമുണ്ട്. കാരണം ഖസാക്കിന്റെ ഇതിഹാസത്തിന്റെ ഒരു പ്രിമൈസിലാണ് ഈ കാർട്ടൂൺ നിലനിൽക്കുന്നത്. അപ്പോൾ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കാത്ത ഒരാൾക്ക് ഈ കാർട്ടൂൺ രസിക്കില്ല. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ച ഒരാൾക്ക് ഈ കാർട്ടൂൺ ഭയങ്കരമായിട്ട് അത് ഏൽക്കുകയും ചെയ്യും. അങ്ങനെ ഈ കാർട്ടൂൺ 1-ാം പേജിലൊന്നും അടിച്ചു വന്ന കാർട്ടൂൺ അല്ല. അന്ന് 7-ാം പേജിൽ അകത്ത് വന്ന കാർട്ടൂണാണ്. ഒരുപാട് പേര് അഭിനന്ദിച്ചു. ഒരു P. രവികുമാറിനെ പോലെയൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ട് കാർട്ടൂണിനെ കാണുന്ന അന്നത്തെ കൗമുദിയിലുണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് അവരൊക്കെ വിളിച്ച് ഗംഭീരമായിട്ടുള്ള കാർട്ടൂണാണെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു ഇത്. കാരണം ഞാൻ 4 മാസം മുമ്പേ ഓമനിച്ച് വരച്ച ഒരു കാർട്ടൂണാണ്. അപ്പോൾ സംസ്ഥാന കാർട്ടൂൺ മത്സരത്തിൽ നമുക്ക് ഒരു കാർട്ടൂണെ അവാർഡിന് എൻട്രി അയക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു വർഷം നമ്മൾ 100 120 കാർട്ടൂണുകൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാർട്ടൂണെ നമുക്ക് എൻട്രി ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതാണ് അയച്ചത്. അന്ന് ഈ കാർട്ടൂണിന്റെ EP ഉണ്ണി, യേശുദാസൻ, തോമസ് ജേക്കബ് അങ്ങനെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ഒരു ജൂറിയാണ് ഈ കാർട്ടൂണിന് സംസ്ഥാന അവാർഡ് നിശ്ചയിച്ചത്. ഈ കാർട്ടൂണിന് സംസ്ഥാന അവാർഡ് വന്ന് അതിന്റെ അതാണ് കൂടുതൽ രസകരമായിട്ടുള്ള ഒരു സംഭവം. കാർട്ടൂണിന്റെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ച് ഈ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച സമയത്ത് വീണ്ടും ഒരു ക്യാബിനറ്റ് റീഷഫിൾ വന്ന് വയലാർ രവി ആ സമയത്ത് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റു. കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് വയലാർ രവി മന്ത്രിസ്ഥാനം ലഭിച്ചതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് കൗമുദിയിൽ ഒരു വിസിറ്റ് നടത്തി. അപ്പൊ ആ ആഴ്ചയിൽ ഈ സംസ്ഥാന അവാർഡ് നേടിയ കാർട്ടൂൺ റീപ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഒരു വർഷം മുമ്പ് വരച്ച കാർട്ടൂൺ കൗമുദിയിൽ ഇതാണ് സംസ്ഥാന അവാർഡ് നേടിയ കാർട്ടൂൺ എന്ന്. അപ്പോൾ അന്ന് കൗമുദി ഓഫീസിൽ വെച്ച് വയലാർ രവി പറഞ്ഞു, അവസാനം എനിക്ക് ബസ് കിട്ടി എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ട്. പിന്നീട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ കാർട്ടൂണിൽ നമ്മുടെ അവരെ വളരെ സ്നേഹപൂർവ്വം ഡോൺ സ്പെയർ മീ ശങ്കർ എന്ന് നെഹ്റു പറഞ്ഞതുപോലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സ്നേഹപൂർവ്വം അവര് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇത്തവണ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ട. അത് നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ടും അവരെ വരച്ച് കാണാനുള്ള ഒരു കൗതുകം കൊണ്ടും ഒക്കെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MA ബേബി അത്തരത്തിലുള്ള ഒരു നേതാവാണ്. വളരെ സൗഹാർദ്ദപരമായിട്ട് കാർട്ടൂണുകൾ കാണുകയും വളരെ സ്നേഹപൂർവ്വം ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ് MA ബേബി. അദ്ദേഹത്തെ ക്രൂരമായി അല്ലെങ്കിൽ വളരെ ഏറ്റവും പരിഹാസ രൂപത്തിൽ ചിത്രീകരിച്ച കാർട്ടൂണിനെ പോലും സഹിഷ്ണുതയോടെ നോക്കിക്കാണാനായിട്ടുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഓർമ്മയുള്ള ഒരു കാർട്ടൂൺ സ്വാശ്രയ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാശ്രയ ബില്ല്, ഇവിടെ കേരളത്തിന്റെ സ്വാശ്രയ ബില്ല് അല്ലെങ്കിൽ സ്വാശ്രയ നിയമം ഹൈക്കോടതികളിൽ നിന്ന് ആദ്യം സിംഗിൾ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. അതിനുശേഷം ഫുൾ ബെഞ്ചിലേക്ക് അപ്പീൽ പോകുമെന്ന് MA ബേബി, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി പറഞ്ഞ ദിവസം തന്നെയാണ് കുട്ടികളുടെ ധീരതയ്ക്കുള്ള അവാർഡിന് അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒരു ബേബിയാണല്ലോ. അപ്പോൾ ഇത് കുട്ടികളുടെ ഒരു ധീരതയാണ് എന്ന രീതിയിൽ, കാരണം ഞാനത് ഒരു ചെറിയ ബെഞ്ചിൽ ഒരു ബേബി കയറി നിൽക്കുന്നു. അവിടെ നിന്ന് മുട്ടിടിച്ച് താഴെ വീഴുന്നു. അപ്പോൾ മുട്ടിലിട്ട പ്ലാസ്റ്ററുമായിട്ട് 2 ബെഞ്ച് ഇട്ട് അതിലേക്ക് വീണ്ടും കയറുന്നു. അവിടെ നിന്ന് വീഴുന്നു. ശരീരം മുഴുവൻ പ്ലാസ്റ്ററാണ്. പിന്നെ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഫുൾ ബെഞ്ചിലേക്ക് 5 ബെഞ്ച് ഇട്ട് അതിന് മുകളിലേക്ക് കയറാനായിട്ട് ബേബി ശ്രമിക്കുന്നതായിട്ടുള്ള, കുട്ടികളുടെ ധീരത പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതും സ്വാശ്രയ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് പ്രസിദ്ധീകരിച്ചു വന്ന ആ ദിവസം ആദ്യം കോള് വരുന്നത്, ഞാൻ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് നടക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് ബേബി സാറാണ് വിളിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കൾ ഉണ്ട്. ഏറ്റവും കാർട്ടൂണുകളിൽ എത്രത്തോളം പരിഹാസ കഥാപാത്രമാക്കി കാർട്ടൂണിൽ കരുവാക്കുന്ന K. കരുണാകരൻ, കാർട്ടൂണിസ്റ്റുകളോട് ഏറ്റവും സ്നേഹം കാണിച്ച K. കരുണാകരൻ.
അദ്ദേഹം ആണ് വരച്ച് എൻ്റെ കാർട്ടൂൺ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. അതൊക്കെ വലിയൊരു അനുഭവമാണ് ശരിക്കും. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ട് സ്ഥാനമേറ്റിട്ട് ആദ്യം ചെയ്തത് കാർട്ടൂണിസ്റ്റുകളെ കാണുക എന്നുള്ള ഫസ്റ്റ് പ്രോഗ്രാം അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ കാർട്ടൂണിസ്റ്റുകൾ എന്നൊരു ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച കാർട്ടൂണിസ്റ്റുകളായിട്ട് ആയിരുന്നു. അതൊക്കെ വലിയൊരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. വളരെ രൂക്ഷമായിട്ട് പ്രതികരിച്ച നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. കാർട്ടൂണിൽ അവരെ ചിത്രീകരിക്കുന്ന രീതിയിൽ വളരെ രൂക്ഷമായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ നേതാവിനോടുള്ള പ്രത്യേക ഇഷ്ടമോ പ്രത്യേക വിരോധമോ ഒരു കാർട്ടൂണിസ്റ്റുകൾക്കും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു വ്യക്തി എന്നതിലപ്പുറത്ത് ഒരു നേതാവ് ഒരു ജനപ്രതിനിധി ആകുമ്പോൾ അദ്ദേഹം സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രതിരൂപമുണ്ട്. ആ പ്രതിരൂപത്തില് അത് അധികാരത്തിന്റെയും ഈ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നേരിട്ട് ബന്ധം ഉണ്ടാകുന്ന ഒരു പ്രതിരൂപം ആയിരിക്കില്ല അത് അധികാരത്തിൻ്റെതായിരിക്കാം. അതല്ലെങ്കിൽ ആ പ്രതിരൂപത്തെയാണ് നമ്മൾ കാരിക്കേച്ചർ ആക്കുന്നത്. അല്ലാതെ ഈ വ്യക്തിയെ നേരിട്ട് വിമർശിക്കുകയോ അത് നമ്മുടെ ഒരു കാർട്ടൂണിസ്റ്റിന്റെയും ചുമതലയോ കടമയോ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് ഭരണാധികാരി ആയിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കാർട്ടൂണിസ്റ്റ് നോക്കുന്നത്. അതിനെയാണ് കാർട്ടൂണിസ്റ്റ് കാരിക്കേച്ചർ ചെയ്യുന്നത്, അതിനെയാണ് റിഡിക്യൂൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും വ്യക്തിവിരോധമോ അല്ലെങ്കിൽ സ്തുതി പാടലോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ആളെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റാത്ത ഒരു കലാരൂപമാണ് പൊളിറ്റിക്കൽ കാർട്ടൂൺ. ഒരാളെ പുകഴ്ത്തി വരയ്ക്കുക എന്നുള്ളത് പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റിന്റെ ജോലിയല്ല. കഴിഞ്ഞ 25 വർഷമായിട്ട് വായനക്കാരുടെ അംഗീകാരങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് പുരസ്കാരങ്ങൾ നേടാനായിട്ട് കൗമുദിയിലൂടെ സാധിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മാധ്യമ അവാർഡ്, കാർട്ടൂണിനുള്ള മാധ്യമ അവാർഡ് 12 തവണ നേടാനായിട്ട് സാധിച്ചു. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ കാർട്ടൂൺ അവാർഡ് ഒരു 8-9 തവണ നേടാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർട്ടൂണിസ്റ്റിൻ്റെ മായ കമ്മത്ത് മെമ്മോറിയൽ ദേശീയ അവാർഡ് നേടാനായിട്ട് സാധിച്ചു. മീഡിയ അക്കാഡമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചു. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടി. എന്തുകൊണ്ട് കൗമുദിക്ക് ഇത്ര അധികം സംസ്ഥാന മാധ്യമ അവാർഡുകൾ കാർട്ടൂണിന് ലഭിക്കുന്നു എന്നത് കൗമുദി കാർട്ടൂണിന് നൽകുന്ന ഒരു സ്പേസിന്റെ കാര്യവുമായിട്ട് ചേർത്ത് വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പുതിയ ആശയം അത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആശയത്തിന് ഒരു മുഴുവൻ പേജോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സ്പ്രെഡോ മാറ്റിവെക്കാനായിട്ട് കൗമുദിയിൽ സാധിക്കും. കാർട്ടൂണിസ്റ്റിന് ഫ്രീഡം ഉണ്ട്. വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്, കാർട്ടൂണിന് വേണ്ടിയിട്ട് ഇത്ര അധികം സ്ഥലം നീക്കി വെക്കാനായിട്ടുള്ള ഒരു ധൈര്യം എഡിറ്റർമാർക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരം ചില കാർട്ടൂണുകളുടെ കഥ പറയാം. ഇതിൽ പല കാർട്ടൂണുകളും സംസ്ഥാന സർക്കാരിൻ്റെ മാധ്യമ അവാർഡ് ലഭിച്ച കാർട്ടൂണുകളാണ്. വ്യത്യസ്തമായ ഒരു പരീക്ഷണങ്ങളായിരുന്നു. ഒരു വർഷം നടന്ന സംഭവങ്ങളുടെ മുഴുവൻ ഒറ്റ കാർട്ടൂണിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം. അത് പല കാലങ്ങളിൽ പല പ്രസിദ്ധീകരണങ്ങളുടെ അല്ലെങ്കിൽ ചുമതലക്കാരായിരുന്ന എഡിറ്റർമാരാണ് അത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവരിലെ പ്രധാനികൾ വി വേണുഗോപാൽ, പി.വി. മുരുകൻ അന്ന് ഫ്ലാഷിന്റെ ജനറൽ എഡിറ്ററായിരുന്ന പി.വി. മുരുകൻ, കൗമുദി എഡിറ്റോറിയൽ പേജിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന വി വേണുഗോപാൽ, വാരാന്ത്യ പതിപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന വി.എസ്. രാജേഷ്, ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു സ്പെഷ്യൽ കാർട്ടൂൺസ് നമുക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് എത്രത്തോളം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണെങ്കിൽ അതിനുവേണ്ടി എത്രത്തോളം സ്പേസ് തരാനും ഇത്തരം എഡിറ്റർമാർ ഒരുക്കമാണ് എന്നുള്ളതാണ്. അത് കാർട്ടൂണിസ്റ്റിൽ അവർക്കുള്ളൊരു വിശ്വാസം കൂടിയാണ് അത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു കാർട്ടൂണാണ് 2009 ചെയ്ത നവരസങ്ങൾ. അതായത് 2009 മുഴുവൻ രാഷ്ട്രീയ സംഭവങ്ങളെയും നവരസങ്ങളിലൂടെ, ശൃംഗാരം മുതൽ ശാന്തം വരെയുള്ള നവരസങ്ങളിലൂടെ അവതരിപ്പിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, അന്ന് വി.എസ്. അച്യുതാനന്ദൻ പാർട്ടിയിൽ അവഗണന നേടുന്ന സമയത്ത് ശാന്തമാണ് വി.എസ്. അച്യുതാനന്ദന്റെ ഭാവം. കരുണം, മുരളീധരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കരുണാകരന്റെ ഭാവം കരുണം ആണ്. അത്ഭുതം എന്നുള്ളത് അത്ഭുതക്കുട്ടി എന്ന് വിളിപ്പേരുള്ള A.P. അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ
ജയരാജനെതിരെ നേടുന്ന വിജയം, അല്ലെങ്കിൽ വീരം എന്ന് പറയുന്നത് വീരേന്ദ്രകുമാർ LDF വിട്ട് UDF ചേക്കേറുന്നത്, ശൃംഗാരം എന്നുള്ളത് ചിലപ്പോൾ പിണറായി വിജയനും മദനിയുമായി നടത്തിയിട്ടുള്ള ഒരു വേദി പങ്കിടല് ശൃംഗാരമാകുന്നു. അത്തരത്തില് ഒരു വർഷത്തെ മുഴുവൻ രാഷ്ട്രീയ സംഭവങ്ങളും ഒറ്റ ഫ്രെയിമിലേക്ക് നവരസങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ. ആ കാർട്ടൂണിന് 2009 സംസ്ഥാന അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ ഈ കാർട്ടൂൺ അച്ചടിക്കുന്നത് വാരാന്ത്യ കൗമുദിയുടെ അരപ്പേജിലാണ്. അപ്പൊ അത്തരമൊരു സ്പേസ് ആ എഡിറ്റർ തന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതല്ലെങ്കിൽ 2008 അതിനൊരു വർഷം മുമ്പ് വരച്ച വിചിത്ര പ്രദർശനം എന്ന ഒരു കാർട്ടൂൺ, അതും ഇത്തരമൊരു ചിന്തയുടെ, അന്ന് വാരാന്ത്യ പതിപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന VV വേണുഗോപാലാണ് ഇത്തരം ഒരു സ്പെഷ്യൽ കാർട്ടൂൺ നമുക്ക് തരാമോ എന്ന് ചോദിക്കുന്നത്. അത് ആ രീതിയിൽ ആലോചിച്ചപ്പോഴാണ്, വലിയ സാധാരണ വരയ്ക്കുന്ന A3 അത് വരച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, അത് വലിയൊരു ക്യാൻവാസിലാണ് അത് വരച്ചത്. കാരണം 10-25 കഥാപാത്രങ്ങളുള്ള ഒരു കാർട്ടൂണാണ്. ഡാവിഞ്ചിയുടെയും രവിവർമ്മയുടെയും പ്രശസ്തമായ ചിത്രങ്ങളുടെ പാരഡിയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, ഒരു വർഷം മുഴുവൻ നടന്ന കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങൾ മുഴുവൻ വരച്ചിടുന്നതായിരുന്നു വിചിത്ര പ്രദർശനം എന്നുള്ള കാർട്ടൂൺ. അത് ദൃശ്യപരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ശരിക്കും. അത് അത്തരം ഇപ്പൊ ഈ ചിത്രങ്ങളുടെ മുഴുവൻ പാരഡിയുമായിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്ത് ഒറ്റ ചിത്രമാക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സംഭവങ്ങളും പറയുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ. അത് ഒരു സ്പെഷ്യൽ അവാർഡിന് വേണ്ടി വരയ്ക്കുന്ന കാർട്ടൂണുകളല്ല. സത്യം പറഞ്ഞാൽ അതൊരു വീക്കെൻഡ് ഐറ്റം, ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് നമ്മളത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു വർഷം വരച്ച ഏറ്റവും മികച്ച സൃഷ്ടിയായിട്ട് നമുക്ക് ചിലപ്പോൾ അതായിരിക്കും അവാർഡിന് വേണ്ടി കൊടുക്കാനുണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതിന്റെ ഒരു മൗലികത കൊണ്ട് തന്നെ ചിലപ്പോൾ അത് പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കൗമുദിക്ക് കൂടുതൽ 12ഓളം കാർട്ടൂണിന് സംസ്ഥാന അവാർഡുകൾ നേടിക്കൊടുക്കാനായിട്ട് സാധിച്ചത് തോന്നുന്നു. പിന്നെ മറ്റൊരു കാർട്ടൂൺ, സാധാരണ രീതിയിൽ വരച്ച കാർട്ടൂണുകൾക്കും സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് VS അച്യുതാനന്ദൻ മൂന്നാർ വിഷയത്തില് മുന്നണിയില് എല്ലാം, അത് ഇടതുമുന്നണിയുടെ മുഴുവൻ നേട്ടമാണ് മൂന്നാർ എന്ന് ഇടതുമുന്നണി യോഗത്തിൽ പറയുകയും അതേസമയം തന്നെ VS അച്യുതാനന്ദൻ എങ്ങനെയാണ് മുഴുവൻ നേതാക്കളെയും ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ആരുടെ നേട്ടം എന്ന് പറയുന്ന ഒരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂൺ ഒറ്റ കാർട്ടൂൺ, സിംഗിൾ കാർട്ടൂണാണ്, പക്ഷെ അതിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷവുമായിട്ട് ബന്ധപ്പെട്ട് വരച്ച സ്വാതന്ത്ര്യം അന്നും ഇന്നും എന്നുള്ള, സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യം എന്നുള്ള സ്വാതന്ത്ര്യ സമര പ്രതീകങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് വന്ന ഒരു കാർട്ടൂണിനാണ് മറ്റൊരു സംസ്ഥാന അവാർഡ് ലഭിച്ചത്. കേരളത്തിന്റെ 60ാം വാർഷികത്തില് 60ാം പിറന്നാളിന് വരച്ച ഒരു കാർട്ടൂൺ, അതിന് സംസ്ഥാനം അവാർഡ് ലഭിച്ചതാണ്. കേരളത്തിന് വന്ന മാറ്റങ്ങൾ, 60 വർഷങ്ങൾ കൊണ്ട് കേരളത്തിന് വന്ന മാറ്റങ്ങൾ, അന്നും ഇന്നും, കേരളം അന്നും ഇന്നും എന്നുള്ള ഒരു 6-7 ഫ്രെയിമിലായിട്ട് ചിത്രീകരിച്ച കാർട്ടൂണിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തില് സ്പെഷ്യൽ കാർട്ടൂൺസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൗമുദിയിൽ ഉണ്ട്. അതുപോലെ തന്നെ അവാർഡ് ലഭിച്ചില്ലെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫ്ലാഷിൽ വരച്ച ഒരു കാർട്ടൂൺ. സാധാരണ രീതിയിൽ ഒരു കാർട്ടൂണിസ്റ്റ് ശ്രമിക്കാത്ത ഒരു ആശയമാണ് ഒരു സംസ്കൃത ശ്ലോകത്തിൽ നിന്ന് ഒരു കാർട്ടൂൺ വരയ്ക്കുന്നത്. ഏകശ്ലോക രാമായണം, ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ മുഴുവൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അത് ആ കാർട്ടൂൺ ആ ശ്ലോകത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അന്ന് അന്ന് കേരളത്തിലേക്ക് ഫ്ലാഷ് ഉണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഫ്ലാഷിന്റെ സെൻട്രൽ സ്പ്രെഡിൽ അന്നത്തെ ജനറൽ എഡിറ്റർ ആയിരുന്ന PV മുരുകൻ സാറിന്റെ നിർദ്ദേശപ്രകാരം ആണ് ആ സ്പേസ് കിട്ടുന്നത്. അത് വരച്ച അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാർട്ടൂണായിരുന്നു. ഏകശ്ലോക രാമായണവും CPM-ലെ പ്രതിസന്ധിയുമായിട്ട്, അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയുമായിട്ട് വരച്ച കാർട്ടൂൺസ്. അതല്ലെങ്കിൽ പല അവാർഡുകൾ ലഭിച്ചില്ലെങ്കിൽ പോലും ഒന്നാം പേജ് മുഴുവൻ കാർട്ടൂണിന് വേണ്ടി നീക്കിവെച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ P ചിദംബരത്തിന്റെ വിധി വരുന്നൊരു ദിവസം, P ചിദംബരത്തിന് 2G കേസിൽ P ചിദംബരം കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള വിധി വരുന്ന ദിവസം, അന്ന് അത് കാർട്ടൂണിലൂടെ എങ്ങനെ ചിത്രീകരിക്കാമെന്നൊരു ആലോചന വന്നു. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ തെങ്ങില് ഇടയ്ക്ക് പകുതി വെച്ച് തെങ്ങിൽ കുടുങ്ങിയ ഒരാളെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു വാർത്ത അന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വാർത്തയുടെ ചുവട് പിടിച്ച് എൻ്റെ
പോക്കറ്റ് കാർട്ടൂണിന്റെ പേര് തലവര എന്നാണ്. ഈ തലവര എന്ന കോളത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു തെങ്ങ്, മാസ്റ്റ് ഹെഡ് വരെ വളർന്നു വരുന്ന ഒരു തെങ്ങ് വരച്ച് ഈ തെങ്ങിനിടയിൽ കുടുങ്ങിയ ഒരാളായിട്ട് പി ചിദംബരത്തിനെ ചിത്രീകരിച്ചു. അത് ചിദംബരത്തിനെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കപിൽ സിബലും മൻമോഹൻ സിംഗും അടക്കമുള്ള നേതാക്കൾ, സോണിയാഗാന്ധിയും ഒക്കെ അടക്കമുള്ള, കരുണാനിധിയും ഒക്കെ അടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നതും ഒക്കെ ആയിരുന്നു ആ കാർട്ടൂണിലുണ്ടായിരുന്നത്. അത് കാർട്ടൂൺ എന്നതിലപ്പുറത്ത് ഒരു ദൃശ്യപരമായ ഒരു സാധ്യതയാണ് ശരിക്കും. അത് ഒരു പത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത്രത്തോളം സ്പേസ് ഒരു കാർട്ടൂണിസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു കാർട്ടൂണിസ്റ്റിന്റെ തോന്നലുകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാമെന്നുള്ള ഒരു ചിന്ത ഒരു എഡിറ്റർക്ക് വരുന്നത് വളരെ അപൂർവമാണ്. അത് എഡിറ്ററുടെ ഒരു വിശ്വാസവും അവരുടെ ഒരു പരീക്ഷണവും, ചിലപ്പോൾ പാളിപ്പോകാവുന്ന ഒരു പരീക്ഷണമാണ് അത്. പക്ഷെ അത് എടുക്കുന്നു എന്നുള്ളത് കാർട്ടൂണിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കോൺഫിഡൻസ് ആണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പോക്കറ്റ് കാർട്ടൂണിന്റെ പേര് തലവര എന്നാണ്. അന്നത്തെ മാസ്റ്റർ ഹെഡ് പ്രധാന തലക്കെട്ട് ചിദംബരത്തിന്റെ തലവര ഇന്ന് എന്നായിരുന്നു. ചിദംബരത്തിന്റെ വിധി ഇന്ന് എന്ന് ഇതിന് പകരം ചിദംബരത്തിന്റെ തലവര ഇന്ന്. തലവരയിൽ നിന്ന് വളർന്നു വന്ന വലിയൊരു തെങ്ങ്, ആ തെങ്ങ് പിന്നെ ആ തെങ്ങിൽ കുടുങ്ങിയ ആളായിട്ടാണ് ചിദംബരത്തിന് അന്ന് ചിത്രീകരിച്ചത്. പക്ഷേ അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. ചിദംബരത്തിനെ കുറ്റക്കാരനാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ വിധി പക്ഷെ ചിദംബരത്തിനെ വെറുതെ വിടുകയാണ് ചെയ്തത്. വെറുതെ വിട്ട് രാജ പ്രതിയാക്കി. അപ്പോൾ ഇതേ നമ്മൾ ഒരു ദിവസം വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വാർത്തയെ പിറ്റേ ദിവസം അതിനെ ന്യായീകരിക്കേണ്ട ചുമതല കാർട്ടൂണിസ്റ്റിന് സ്വാഭാവികമായിട്ടും വരികയാണ്. കാരണം നമ്മൾ ഇത്രത്തോളം വീശി അടിച്ച ഒരു സാധനം അത് ഷൂ എന്നായി പോകുന്നതിന് പകരം അതിനെ സർഗാത്മകം എങ്ങനെ ക്രിയേറ്റീവായിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാമെന്നുള്ള ചുമതല കൂടി അവിടെ വരികയാണ്. അപ്പോൾ പിറ്റേ ദിവസം അതിനൊരു തുടർ കാർട്ടൂൺ വരയ്ക്കേണ്ട ഉത്തരവാദിത്തം കൂടെ അങ്ങനെ കാർട്ടൂണിസ്റ്റ് വരികയാണ്. അപ്പോൾ പിറ്റേ ദിവസം വരച്ചത് ചിദംബരം രക്ഷപ്പെട്ടല്ലോ, ഹാവു രക്ഷപ്പെട്ടു എന്നായിരുന്നു പിറ്റേ ദിവസത്തെ തലക്കെട്ട്. ഈ തെങ്ങ് മൂടോടെ പിഴുത് പോകുന്ന നേതാക്കളെയാണ്, തെങ്ങിൽ നിന്ന് ചിദംബരത്തിന് രക്ഷിക്കാൻ പറ്റില്ല. ചിദംബരം അതിനകത്ത് ചിദംബരം ബന്ധിതനായ ആ തെങ്ങിനെ മൂടോടെ പിഴുത് പോകുന്ന നേതാക്കളാണ് പിറ്റേ ദിവസം വരച്ചത്. ആ തെങ്ങിൽ രാജ രാജ എന്ന് പ്രതിയായിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു. രാജ അതിൽ കുറ്റക്കാരനാണെന്ന് ആ ചിത്രത്തിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ കിലുകിൽ ചില സാധ്യതകൾ, നമുക്ക് പ്രതിസന്ധിയിൽ നിന്ന് വരുന്ന സാധ്യതകൾ ചിലപ്പോൾ ക്രിയേറ്റീവായിട്ട് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരുപാട് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട്. അതൊരു ശനിയാഴ്ചയായിരുന്നു. കിലുകിൽ പമ്പരം എന്ന സിനിമയിൽ ഉള്ള ഒരു പാട്ടുണ്ട്, തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. ഈ വാർത്ത, ഈ ചിത്രം വരുന്ന ഒരു ശനിയാഴ്ചയാണ്. അപ്പൊ തലവര, തലേദിവസം എൻ്റെ പോക്കറ്റ് കാർട്ടൂണിന്റെ പേര് തലവരയാണ്, തലേദിവസത്തെ നമ്മുടെ തലക്കെട്ട് തലവരയായിരുന്നു. ആ തലവരയ്ക്ക് ഒരു തിളക്കം വെച്ചപ്പോ ചിദംബരത്തിന് ഒരു സൗഭാഗ്യം ലഭിച്ചു. ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ, ഒരു ശനിയാഴ്ചയാണ് ആ വിധി വന്നത്, ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം, രാജ എന്ന് പ്രതിയാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്ന ഒരു ഐഡിയ നമുക്ക് ആ സമയത്ത് കൊണ്ടുവരികയും സർഗാത്മകമായിട്ട് അതിനെ നേരിടാൻ പറ്റുകയൊക്കെ നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളാണ്. ഈ സന്തോഷത്തിൽ അന്നത്തെ എഡിറ്റർമാരും പങ്കുചേർന്നു, അവര് കൂടെ അതിന് പിന്തുണച്ചിരുന്നു, അല്ലെങ്കിൽ അളവറ്റ കോൺഫിഡൻസ് നമുക്ക് തന്നിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണം. ഒരു ബ്ലാങ്ക് സ്പേസ് നമുക്ക് തരുമ്പോൾ, സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികമാണ് ഇന്ന്, നമുക്കൊരു കാർട്ടൂൺ പേജ് ചെയ്യാമെന്ന് പറയുമ്പോൾ എഡിറ്റർക്ക് ഒരു ധാരണയുമില്ല കാർട്ടൂണിസ്റ്റ് എന്ത് വരയ്ക്കുമെന്നുള്ളത്. പക്ഷെ ആ കാർട്ടൂണിസ്റ്റ് നമുക്ക് അവിടെ അടിക്കാൻ പറ്റിയ, ആ എഡിറ്റ് പേജിനെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൃഷ്ടിയുമായിട്ട് വരുമെന്നുള്ള കോൺഫിഡൻസ് ആ എഡിറ്റർക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് ആ എഡിറ്റർ ആ സ്പേസ് നമുക്ക് തരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ പല ഘടകങ്ങൾ കൊണ്ടും ആണ്, ഈ ഇത്തരം പിന്തുണകൾ കൊണ്ട്, ഇത്തരം സ്നേഹങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് കൗമുദിക്ക് 12ഓളം സംസ്ഥാന അവാർഡുകൾ നേടാനായത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാർട്ടൂണിൽ കേരളത്തിന്റെ ഇതായിട്ടുള്ള ഒരു സമ്പന്നമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. ചിരിയുടേതായിട്ടുള്ള, വിമർശനത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു പാരമ്പര്യം കേരളത്തിനുണ്ട്. ചാക്യാർകൂത്തിൻ്റെതായാലും തുള്ളലിൻ്റെതായാലും ഒക്കെ ഒരു വിമത സ്വഭാവം, വിമത കലകളുടെ ഒരു സമ്പന്നമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. അതുകൂടാതെ അവനവനിലേക്ക് നോക്കി ചിരിക്കാനായിട്ടുള്ള നമ്പൂരി ഫലിതത്തിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട്. മറ്റുള്ളവനെ പരിഹസിക്കാനുള്ള പാരമ്പര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള രാജാവിനെ പോലും പരിഹസിക്കാനുള്ള ഒരു ഇടം ഇവിടെ നമ്മുടെ കലകൾക്ക് ഉണ്ടായിരുന്നു, കൂത്ത്, തുള്ളൽ പോലെയുള്ള കലകൾക്ക്.
അതോടൊപ്പം തന്നെ നമ്മുടെ ഉയർന്ന മാധ്യമ സാക്ഷരത കേരളത്തിൽ നമ്മൾ എല്ലാ വാർത്തകളും അറിയുന്നവരാണ്, വാർത്ത ഭക്ഷിക്കുന്നവരാണ്, രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ, നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ ചിന്താഗതി, ഹ്യൂമർ സെൻസ്, ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ വിമർശ കലാരൂപങ്ങൾക്ക് അല്ലെങ്കിൽ വിമത കലാരൂപങ്ങൾക്ക് കൂടുതൽ ഇടം ലഭിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പല കാർട്ടൂണിസ്റ്റുകളും മലയാളികളാണ്. ശങ്കർ മുതൽ, ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതിയായിട്ടുള്ള ശങ്കർ മുതൽ കുട്ടി, അബു എബ്രഹാം, ഒ വി വിജയൻ, കെ വി, ബാലേട്ടൻ, യേശുദാസൻ, ഇ പി ഉണ്ണി, ബി എൻ ഗഫൂർ, അങ്ങനെ ലോക പ്രശസ്തരായിട്ടുള്ള പല കാർട്ടൂണിസ്റ്റുകളും മലയാളികളാണ്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം അതിനെ കാണാനായിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാതെ എന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരുപാട് ഏറ്റവും കാർട്ടൂണിസ്റ്റുകളിൽ പ്രചോദിപ്പിച്ച കാർട്ടൂണിസ്റ്റുകൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ജി അരവിന്ദനാണ്. അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്നുള്ള ഒരു പിന്നെ ഗ്രാഫിക് നോവൽ, അത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് വരയ്ക്കുന്നത്. വരയിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാർട്ടൂണിസ്റ്റ് ജി അരവിന്ദനാണ്. അരവിന്ദന്റെ രാമുവിൽ നിന്നൊന്നും എനിക്ക് ഇതുവരെ രക്ഷപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. രാമു ഉണ്ടാക്കിയിട്ടുള്ള ആ സ്വാധീനത്തിൽ നിന്ന്, ആ വരയിൽ നിന്ന് ശരിക്കും അരവിന്ദൻ എന്ന ചലച്ചിത്രകാരന്റെ ഒരു എവല്യൂഷൻ ആ കാർട്ടൂൺ പരമ്പരയിൽ കാണും. എനിക്ക് ആ കാർട്ടൂണിലെ ദൃശ്യങ്ങളിൽ പോലും, കാർട്ടൂൺ ആദ്യം ഒരു പശ്ചാത്തലം വരയ്ക്കുന്ന കാർട്ടൂണുകളിൽ നിന്ന് അവസാനം ആ കാർട്ടൂൺ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യപ്പെടുന്നത് എന്നുള്ളത്, രാമുവിന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ ആ ദൃശ്യപരമായിട്ടുള്ള ഒരു വളർച്ച കൂടെ അതിനകത്ത് വളരെ വലിയ ഇതാണ്. എങ്ങനെയാണ് കമ്പോസ് ചെയ്യേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ വായനയെ ഒക്കെ എങ്ങനെയാണ് കാർട്ടൂണിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ പാഠമാണ് അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകം. അതുപോലെ തന്നെ നമ്മുടെ സഗീറിന്റെ ഗൾഫും പഠിപ്പിയോ എന്നുള്ള കാർട്ടൂൺ പരമ്പര, അത് അത്തരത്തിൽ വളരെ മൗലികമായിട്ടുള്ള ഒരു കാർട്ടൂൺ പരമ്പരയാണ് ഗൾഫ്. എങ്ങനെയാണ് ഗൾഫ് എന്നുള്ള, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കുടുംബം ഇവിടെ കഴിയുന്നത്, അതായത് മറ്റൊരു സാംസ്കാരിക ഭൂമികയിലാണ് അത് ആ കാർട്ടൂൺ സംഭവിക്കുന്നത്. ടോംസിന്റെ ബോബനും മോളിയും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് കുട്ടനാടിന്റെ ചരിത്രമാണ്. ശരിക്കും ദാരിദ്ര്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് ഒക്കെ, നിസ്സഹായ അവസ്ഥയിൽ നിന്നൊക്കെ വരുന്ന ചിരിയാണ് ശരിക്കും ബോബനും മോളിയിലുള്ളത്. വെള്ളപ്പൊക്കവും ദാരിദ്ര്യവും കൃഷിനാശവും ഒക്കെ സംഭവിച്ച ഒരു ജനതയുടെ ശരിക്കും ആ അനുഭവങ്ങൾ നമുക്ക് ആ കാർട്ടൂൺ പരമ്പരയിലുണ്ട്. കുട്ടനാടിന്റെ ചരിത്രം നമുക്ക് ടോംസിന്റെ ബോബനും മോളിയിൽ വായിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരം കാർട്ടൂണിലുള്ള ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്തു വെച്ച വലിയ ലെജൻസിന്റെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരിക്കൽ ഞാൻ കാർട്ടൂണുകളുടെ കവിതകളുടെ കാർട്ടൂൺ വായന, മലയാളത്തിൽ പ്രശസ്തമായിട്ടുള്ള കവിതകൾ, അത് ആ കവിതകളുടെ അതേ വരികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പുതിയ കാലത്തെ രാഷ്ട്രീയം അതിലൂടെ പറയാം. വാഴക്കുല, ചങ്ങമ്പുഴയുടെ വാഴക്കുല, മലയപ്പുലയന്റെ കഥ, മലയപ്പുലനായിട്ട് കെ കരുണാകരനെയും അഴകനും നീലിയുമായിട്ട് മുരളീധരനെയും പത്മജയൊക്കെ വരച്ചുകൊണ്ട് വാഴക്കുല മുഴുവൻ കോൺഗ്രസിന്റെ ചരിത്രവുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാഴക്കുല കവിത മുഴുവൻ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അയ്യപ്പ പണിക്കരുടെ കവിതകൾ, കടമ്മനിട്ടയുടെ കവിതകൾ, കോഴി എന്നുള്ള കവിത വി എസ് അച്യുതാനന്ദന്റെ ആ സമയത്തെ ഒരു ഭരണവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നാണക്കേട്, അയ്യപ്പ പണിക്കരുടെ നാണക്കേട് എന്ന കവിത സി പി എമ്മിലെ ഒരു പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ, അങ്ങനെ പലതരത്തില് രാഷ്ട്രീയ സംഭവങ്ങളെ മലയാളത്തിൽ വന്ന പ്രസിദ്ധമായിട്ടുള്ള കവിതകളുടെ അതേ വരികൾ ഉപയോഗിച്ചുകൊണ്ട് പുനർ വായന നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം പരീക്ഷണങ്ങൾക്കൊക്കെ സാധാരണ കാർട്ടൂൺ നൽകുന്ന ഒരു 3 കോളം സ്പേസ് മതിയാവില്ല. ചിലപ്പോൾ വാഴക്കുലേക്ക് 5 or 6 പേജുകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അതാണ്. കലാകൗമുദിയിലാണ് അത് അച്ചടിച്ചു വന്നത്. അപ്പോൾ ഇത്തരത്തില് നമുക്ക് വലിയ ചിന്തകൾക്ക്, ക്രിയേറ്റീവായിട്ടുള്ള ഇത്തരം ചിന്തകൾക്ക് ചിലപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് വേണ്ടി വരും. ആ സ്പേസ് നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ചോദിക്കുമ്പോൾ തരുന്ന എഡിറ്റർമാരുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രചോദിപ്പിച്ച കാർട്ടൂണിസ്റ്റുകളിൽ ഇത് കൂടാതെ ഗഫൂർ സാറുണ്ട്, തീർച്ചയായിട്ടും ഗോപികൃഷ്ണനുണ്ട്, യേശുദാസൻ സാറുണ്ട്, രാജു നായർ. ഏറ്റവും ലളിതമായിട്ട് കുട്ടികളുടെ പോലെ തോന്നിക്കുന്ന വരകളിൽ നിന്ന് വലിയ നമ്മുടെ നാട്ടുംപുറത്തിന്റെ നർമ്മം പറയുന്ന രാജു നായർ, അങ്ങനെ ഒരുപാട് പേര്, വി ആർ രാഗേഷ്, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജനറേഷന്റെ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള വി ആർ രാഗേഷ്,
നമ്മുടെ GR സന്തോഷ് കുമാർ, സോഷ്യൽ മീഡിയയിൽ വരയ്ക്കുന്ന GR സന്തോഷ് കുമാർ, ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ, സുനിൽ നമ്പു, കേരളത്തില് വർക്ക് ഒരുപാട് 300ഓളം കാർട്ടൂണിസ്റ്റുകൾ കേരള കാർട്ടൂൺ അക്കാദമിയിൽ അംഗമായിട്ടുണ്ട് എന്നുള്ളതാണ് അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള സുധീർനാഥ് പറയുന്നത്. അപ്പോൾ കാർട്ടൂണിസ്റ്റുകൾക്ക് ഒരു അക്കാദമി ഉണ്ടാകുന്നതും കാർട്ടൂൺ എന്നുള്ള കലാരൂപത്തിനെ കുറിച്ചിട്ട്, ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് കാർട്ടൂൺ. കാരണം സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ എതിരഭിപ്രായം നിർഭയമായിട്ട് പറയാൻ സ്വാതന്ത്ര്യമുള്ള, അല്ലെങ്കിൽ അതിന് സഹിഷ്ണുതയോട് കൂടിയിട്ട് കേൾക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ കാർട്ടൂൺ പോലെയുള്ള വിമത കലാരൂപങ്ങൾക്ക് ഇടം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ കാർട്ടൂണിസ്റ്റുകൾക്ക് ഒരു സംഘടനയൊക്കെ ഉണ്ടാവുന്നത്, അക്കാദമിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കാർട്ടൂണിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ ആളുകൾക്ക് ഇതുപോലെയുള്ള വിമത സ്വരങ്ങൾ പറയാനും അവരുടെ സൃഷ്ടികൾ പുറത്ത് കാണിക്കാനും ഒക്കെയുള്ള, അതിന് പഠിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു വലിയൊരു അതിൻ്റെ ഒരു വിപ്ലവ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, സ്വന്തം കാർട്ടൂണുകൾക്ക് ഇടം തേടിയ ഒരു കാർട്ടൂണിസ്റ്റിനും നടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് പിന്തുണ നേടുന്ന പെൻസിലാശാനെ പോലെയുള്ള കാർട്ടൂണിസ്റ്റുകൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഒരു കാർട്ടൂണിസ്റ്റിന് പണ്ടത്തെ പോലെ ഒരു പത്രസ്ഥാപനത്തിന്റെയോ പ്രസിദ്ധീകരണത്തിന്റെയോ പിന്തുണ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അവരുടെ സൃഷ്ടികൾ പ്രകാശിപ്പിക്കാനായിട്ട് ഇന്ന് വളരെ വിശാലമായിട്ടുള്ള ഒരു ഇടം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു സാധ്യത ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രോളുകൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രതികരണത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പ്രതികരണ ശേഷിയുടെ റിഫ്ലക്ഷൻ ആണ്, അവരുടെ പ്രതിഫലനമാണ് ട്രോളുകളും കാർട്ടൂണുകളും ഒക്കെ. അപ്പോൾ ഒരു വലിയ സമൂഹം, ഹാസ്യാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹം, രൂക്ഷമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സമൂഹം ഉണ്ടാവുന്നത് എപ്പോഴും ഇത്തരം കാർട്ടൂണുകൾക്കും, അത് കാർട്ടൂണായാലും ട്രോളായാലും അതിനെ ആസ്വദിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുന്നത് ഹ്യൂമർ നിലച്ചു പോകാതിരിക്കാനായിട്ട്, ഹ്യൂമർ നിലനിൽക്കാനായിട്ട് വളരെ സഹായം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ട്രോളും കാർട്ടൂണുകളുമായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി സമയത്തിൻ്റെതാണ്. ഞാൻ തുടക്കകാലത്ത് ഫാക്സ് അയച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞു. അന്ന് ഫാക്സ് അയച്ചിരുന്ന കാർട്ടൂണുകൾ വരയ്ക്കുന്നത്, നമ്മൾ അന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ച് ഒരു കാർട്ടൂൺ ഉണ്ടാക്കി അത് ഫാക്സ് അയച്ച് പിറ്റേ ദിവസത്തെ പത്രത്തിലാണ് വരുന്നത്. നമ്മുടെ ആശയം ഉണ്ടാക്കുന്നതും അത് വായനക്കാരിൽ എത്തുന്നതിനും തമ്മിൽ ഒരു 24 മണിക്കൂറിന്റെ ഇടവേള അവിടെ വരുന്നുണ്ട്. ഇന്ന് വാർത്ത സംഭവിക്കുന്ന അതേ സമയം തന്നെ അത് ട്രോൾ ചെയ്യപ്പെടുകയും ഇൻസ്റ്റന്റ് ആയിട്ട് വായനക്കാരിലേക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആ സമയം എന്നുള്ളത് വളരെ ചെറുതാണ്. അത് ഒരു വാർത്ത ഉണ്ടാവുന്ന അതേ നിമിഷം തന്നെ അത് ട്രോൾ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിനോട് പിടിച്ചു നിൽക്കുന്നത് കാർട്ടൂണിസ്റ്റിന് വലിയ പ്രതിസന്ധിയാണ്. ഈ ട്രോള് ചെയ്യപ്പെടുന്നതിനപ്പുറത്ത് മറ്റൊരു ആശയം, വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആശയം ഉണ്ടാക്കുന്നത് കാർട്ടൂണിസ്റ്റിന് വലിയ പ്രതിസന്ധിയാണ്. അതിനെ സർഗാത്മകമായിട്ട് നേരിടേണ്ടത് കാർട്ടൂണിസ്റ്റിന്റെ ഉത്തരവാദിത്വവും കാർട്ടൂണിസ്റ്റിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. കാരണം ട്രോളുകൾ പലപ്പോഴും സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓർമ്മയെ ഉപജീവിച്ചുകൊണ്ടാണ് ട്രോളുകൾ പലപ്പോഴും നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് ദൃശ്യപരമായിട്ടുള്ള മറ്റൊരു സാധ്യത കണ്ടെത്താനായിട്ട് കാർട്ടൂണിസ്റ്റ് ശ്രമിക്കേണ്ടി വരും. അല്ലെങ്കിൽ കാർട്ടൂൺ പലപ്പോഴും അപ്രസക്തമായി പോകും, ട്രോൾ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ ട്രോളുകൾ ഒരേ സമയം ഭീഷണിയും സാധ്യതയുമാണ്. ഭീഷണി എന്നുള്ളത് സമയത്തിന്റെ കാര്യത്തിലും അതിന്റെ സ്പോണ്ടേനിറ്റിയിലാണ്. വാർത്ത വന്ന അതേ സമയം തന്നെ ഗോൾ അടിക്കാനായിട്ട് ട്രോള് ഉണ്ടാക്കുന്ന ആൾക്ക് സാധിക്കുന്നു. പക്ഷെ കാർട്ടൂണിസ്റ്റിന് ചിലപ്പോൾ അത്, അൺലെസ് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ ആ കാർട്ടൂൺ പോസ്റ്റ് ചെയ്യുന്ന ആളല്ല എങ്കിൽ, ഒരു ദിനപത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കാർട്ടൂണിസ്റ്റിന് കുറച്ചുകൂടെ സമയം ആവശ്യമാണ്. പക്ഷെ ഈ സമയം തന്നെ കുറച്ചുകൂടി റിസർച്ച് ചെയ്യാനും കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനും ട്രോളിനെ വെല്ലുന്ന പുതിയ ഒരു ആശയം ഉണ്ടാക്കാനും കാർട്ടൂണിസ്റ്റിന് സാധിക്കും. കാർട്ടൂണിന്റെ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ട്രോൾ എന്നുള്ളത് ട്രോളിൽ തുടങ്ങി, ഒരു സിനിമയുടെ ഒരു സീനിൽ തുടങ്ങിയിട്ട് ആ സീനിൽ തന്നെ അവസാനിക്കുന്ന ഇതാണ് പല ട്രോളുകളും. പക്ഷെ കാർട്ടൂൺ ഉണ്ടാക്കുന്ന ദ്വിമാന ദൃശ്യത്തിന് മറ്റൊരു സാധ്യത കൂടിയുണ്ട്. കാർട്ടൂൺ സംഭവിക്കുന്നത് വായനക്കാരന്റെ മനസ്സിലാണ്. കാർട്ടൂൺ പൂർണ്ണമാകുന്നത് വായനക്കാരന്റെ മനസ്സിലാണ് എന്ന് ഞാൻ പറയും. ഉദാഹരണത്തിന്, രണ്ട് രാഷ്ട്രീയ നേതാക്കൾ, ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഒരു കുരിശു പോലെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും വായനക്കാരന്റെ മനസ്സിൽ ഒരു
മുൻപ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഓർമ്മയുടെ ഫയലിൽ ഒരു ചിത്രം ഉണ്ടായിരിക്കും. ഈ ചിത്രം വെച്ചിട്ടായിരിക്കും അദ്ദേഹം ഇവരെ കാണുന്നത്, ഈ സംഭവത്തിനെ കാണുന്നത്. പക്ഷെ ഈ നിശ്ചല ദൃശ്യത്തിന് അടുത്തത് ഇനി പോയാൽ അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഈ വായനക്കാരൻ മനസ്സിൽ കാണുന്നുണ്ടാവും. അപ്പൊ കാർട്ടൂൺ ഒരു ദൃശ്യം എന്നുള്ളത് വായനക്കാരന്റെ രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഒരു നിശ്ചല ദൃശ്യം മാത്രമാണ് കാർട്ടൂൺ. ഈ ദൃശ്യം പൂർണ്ണമാകുന്നത് വായനക്കാരന്റെ മുൻപുള്ള അറിവിനെയും അതിനുശേഷം അദ്ദേഹം ചിന്തിക്കുന്ന കാര്യത്തിനെയും അപേക്ഷിച്ചായിരിക്കും. ഉദാഹരണത്തിന് EP ഉണ്ണി വരച്ച ഒരു കാർട്ടൂൺ പറയാം. പെട്രോളിയം മിനിസ്റ്ററിൽ അഴിമതി നടക്കുന്നു. അപ്പൊ വരച്ച കാർട്ടൂണിൽ ഒരു ദൃശ്യം, ഒരു വാതിലാണ്, ഒരു ഫ്രണ്ട് ഡോറിൽ ഒരു കാവൽക്കാരൻ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡിലിൽ നിന്ന് ഒരു 8 കാലിയുടെ വല, ഒരു നാര് മാത്രം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പെട്രോളിയം മിനിസ്ട്രിയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് ഫ്രണ്ട് ഡോർ മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് കാര്യങ്ങൾ നടക്കുന്നതെല്ലാം ബാക്ക് ഡോറിലാണ്. കാരണം ആരെങ്കിലും ഈ ഫ്രണ്ട് ഡോർ തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 8 കാലിയുടെ വല പൊട്ടുമായിരുന്നു. അത് പൊട്ടിയിട്ടില്ല എന്നുള്ളതിനർത്ഥം കാലങ്ങളായിട്ട് ഈ ഫ്രണ്ട് ഡോർ ആരും തുറക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ബാക്ക് ഡോറിലൂടെയാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിത്രത്തിൽ വരച്ചത് ഫ്രണ്ട് ഡോറും ഒരു 8 കാലിയുടെ വര മാത്രമാണ്. പക്ഷെ വായനക്കാരന്റെ മനസ്സിൽ എന്താണ്? മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് ബാക്ക് ഡോറിലൂടെയാണെന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ മനസ്സിലാണ് സംഭവിക്കുന്നത്. ഈ സാധ്യത കാർട്ടൂണിനുണ്ട്. അത് ഒരുപക്ഷെ ട്രോളിനും ഉണ്ടാവില്ല. ട്രോള് അവിടെ എന്താണോ ഒരു സിനിമയുടെ സീനിനെ ഉപജീവിച്ചുകൊണ്ടുള്ള ആ ട്രോള് ആ സിനിമയുടെ സീനിലായിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾ ചിരിക്കുന്നതോടുകൂടി തീരുന്നു. പക്ഷെ ധ്വനിപ്പിക്കലിൻ്റെതായിട്ടുള്ള അപാരമായിട്ടുള്ള സാധ്യത കാർട്ടൂണിന്റെ അത്ര ട്രോളിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. OVJന്റെ ഒരു കാർട്ടൂൺ ഉണ്ട്, ഒരു യുദ്ധത്തിന്റെ കാർട്ടൂണാണ്. ഒരു പട്ടാള ടാങ്ക്, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് ടാങ്ക് വരികയാണ്. ടാങ്ക് വന്ന് പതുക്കെ ഇവിടെ എത്തുമ്പോൾ ആ പീരങ്കിയുടെ കുഴഞ്ഞു വീണ് ഈ ഭക്ഷണപാത്രത്തിലേക്ക് കുഴഞ്ഞു വീഴുകയാണ്. യുദ്ധം പോലും ക്ഷീണിച്ച് പോകുന്ന അവസ്ഥ എന്നുള്ളത്, അതിനപ്പുറത്ത് ആ നിശ്ചലമായിട്ടുള്ള ഒരു വാക്ക് പോലും എഴുതാത്ത ആ കാർട്ടൂണിന്റെ അത്ര യുദ്ധത്തിന്റെ ഭീകരത, യുദ്ധം ചെയ്ത് തളരുന്ന രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെ വെറും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ ധ്വനിപ്പിക്കുന്ന ആ കാർട്ടൂൺ ഉണ്ടാക്കുന്ന ശക്തി, ഓരോ വായനക്കാരനും അതിൽ നിന്ന് വായിച്ചെടുക്കുന്ന കവിതകള്, കഥകള്, എല്ലാം സംഭവങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അത്തരമൊരു സാധ്യത പലപ്പോഴും ട്രോളിന് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ട്രോളിന്റെ ഒരു കുഴപ്പം. പക്ഷെ അതിനെ അതിജീവിക്കാനായിട്ട് കാർട്ടൂണിസ്റ്റുകൾ ഉന്നതമായിട്ടുള്ള ചിന്തയും ഉന്നതമായിട്ടുള്ള ലോകപരിചയമൊക്കെ നേടണം എന്നുള്ളതാണ് കാര്യം. തീർച്ചയായിട്ടും കാർട്ടൂൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നെ AI എന്നുള്ളത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ നിലവിൽ അതിന്റെ സാധ്യതകളെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു കാർട്ടൂണിസ്റ്റിന്റെ മുഴുവൻ കാർട്ടൂണുകളും, ഇപ്പൊ ഞാൻ വരച്ച ആയിരക്കണക്കിന് കാർട്ടൂണുകൾ മുഴുവൻ ഒരു AI മോഡലിനെ നമ്മൾ പഠിപ്പിക്കുകയും അതിനെ മെഷീൻ ലേണിംഗ് വഴി അതിനെ പഠിപ്പിക്കുകയും പുതിയൊരു വിഷയം പ്രോംപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഈ വിഷയത്തിൽ ഈ കാർട്ടൂണിസ്റ്റ് വരയ്ക്കാവുന്ന ഒരു കാർട്ടൂൺ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു കാർട്ടൂൺ ഉണ്ടാക്കി തരും. പക്ഷെ ആ കാർട്ടൂൺ ഒരുപക്ഷെ മനുഷ്യനായ ഇമോഷൻസ് ഉള്ള ഞാൻ വരയ്ക്കുന്ന ഒരു കാർട്ടൂൺ പോലെ ആകണം എന്നില്ല അതിനകത്ത്. അത് തീർച്ചയായിട്ടും അതൊരു സൃഷ്ടി ഉണ്ടാക്കി തരും. പക്ഷെ ആ സൃഷ്ടിക്ക് ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള ചിന്തയോട് അല്ലെങ്കിൽ അവന്റെ വൈകാരിക ഭാവങ്ങളോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തുന്നതാവണം എന്ന് നിർബന്ധമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. തീർച്ചയായിട്ടും ഒരു സൃഷ്ടി അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടൂൺ ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാർട്ടൂൺ അത് ഉണ്ടാക്കി തരും. പക്ഷെ ആ കാർട്ടൂൺ എത്രത്തോളം ഇന്നത്തെ രീതി വെച്ചിട്ട് എത്രത്തോളം ആസ്വാദ്യകരമാകും എന്നുള്ളത്, അത് കാരണം നമ്മൾ മുന്നിൽ കാണുന്നത് ഒരു ഓർമ്മകളുടെ ഒരു ഫയൽ സൂക്ഷിക്കുന്ന ഒരു വായനക്കാരനെയാണ്. കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ എല്ലാ വായനക്കാരൻ്റെയും മുന്നിൽ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഓർമ്മകളുടെ ഒരു ഫയൽ ഉണ്ടായിരിക്കും. ഈ വായനക്കാരന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഓർമ്മകളുടെ ഫയലിലേക്കാണ് നമ്മൾ ഒരു കാര്യത്തെ റിലേറ്റ് ചെയ്യുന്നത്. അത്തരമൊരു മാനുഷികമായിട്ടുള്ള ഒരു ചിന്ത ഒരു AI മോഡലിന് ഉണ്ടാകും എന്ന് നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും ഒരു സൃഷ്ടി ഉണ്ടാകും.
പക്ഷെ ആ സൃഷ്ടിക്ക് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും കാർട്ടൂണിന്റെ കാര്യത്തിൽ എന്നുള്ളത് നിലവിൽ ഇന്നത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ ഭാവിയിൽ എൽ മോഡലുകൾ ആ സൃഷ്ടി നേടുമായിരിക്കും. കേരള മീഡിയ അക്കാദമി ആയിട്ട് സഹകരിച്ചിട്ട് ഒരു പുസ്തകം, ആ പുസ്തകം കേരളത്തിലെ സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിലും കോളേജുകളിലും മീഡിയ ക്ലബ്ബുകൾ തുടങ്ങാനായിട്ടുള്ള ഒരു ബൃഹത് പദ്ധതി കേരള മീഡിയ അക്കാദമി രൂപീകരിച്ചിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പത്രപ്രവർത്തനത്തിൻ്റെതായിട്ടുള്ള വിവിധ മേഖലകളിൽ, അതായത് ഫോട്ടോഗ്രാഫി, റിപ്പോർട്ടിംഗ്, ലേഔട്ട്, പിന്നെ എഡിറ്റിംഗ്, TV ജേർണലിസം, റേഡിയോ, കാർട്ടൂൺ, അങ്ങനെയുള്ള പല മേഖലകളിലായിട്ട് കുട്ടികൾക്കായിട്ട്, വിദ്യാർത്ഥികൾക്കായിട്ട് ഹാൻഡ് ബുക്ക് തയ്യാറാക്കാനായിട്ടുള്ളതായിരുന്നു ആ പദ്ധതി. അപ്പൊ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് മീഡിയ അക്കാദമി കാർട്ടൂൺ പുസ്തകം തയ്യാറാക്കാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മീഡിയ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള RS ബാബു സാറിന്റെയും ജനറൽ എഡിറ്റർ ആയിരുന്ന ഡോക്ടർ PK രാജശേഖരന്റെ ഒക്കെ ഒരു നേതൃത്വത്തിലാണ് ആ പ്രവർത്തനം നടന്നത്. അതിൽ കാർട്ടൂണിനെ കുറിച്ച് ഒരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കാനായിട്ട് അവസരം കിട്ടി. അത് ചെറിയ ഒരു പുസ്തകമായിരുന്നു, പക്ഷെ അതിനകത്ത് കേരളത്തിലെ കാർട്ടൂണിസ്റ്റുകൾ, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ കാർട്ടൂണുകളുടെ ഒരു ചെറിയ ചരിത്രം, കാർട്ടൂണുകളുടെ ഭാവി, പത്രങ്ങളിൽ എങ്ങനെയാണ് കാർട്ടൂൺ രൂപപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കാനായിട്ടാണ് ആ പുസ്തകം ചെയ്തത്. മീഡിയ അക്കാദമിയുടെ ഫെലോഷിപ്പ്, മാധ്യമ പഠനത്തിന് വേണ്ടിയിട്ട് മീഡിയ അക്കാദമി നടത്തുന്ന ഒരു ഫെലോഷിപ്പ് എനിക്ക് ലഭിച്ചിരുന്നു. അത് ആക്ഷേപഹാസ്യം, ഇന്റർനെറ്റിലും ഈ നേരത്തെ നമ്മൾ സംസാരിച്ച ട്രോളുകളും ഒക്കെ എങ്ങനെയാണ് ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്യുന്നത്, ഇന്റർനെറ്റിലെ ആക്ഷേപഹാസ്യത്തിന്റെ ഒരു നിലവിലെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിനാണ് ഫെലോഷിപ്പ് ലഭിച്ചത്. അപ്പൊ അത് പുസ്തക രൂപത്തിലാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരികയാണ്. മീഡിയ അക്കാദമിയുടെ സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാകും. അത് ഈ രീതിയിലുള്ള ഒരു പഠനം, കുറച്ചുകൂടി വലിയ രീതിയിലുള്ള പഠനമാണ്. കാർട്ടൂണിന്റെ ചരിത്രം എന്നതിനപ്പുറത്ത് പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ കാർട്ടൂൺ എങ്ങനെ മാറുന്നു, ഇന്റർനെറ്റിലെ ട്രോളുകളുമായിട്ടൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള EP ഉണ്ണി സാറാണ്. അത് പുസ്തക രൂപത്തിലാക്കാനായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകാമെന്ന് മീഡിയ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള RS ബാബു സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ അക്കാദമി. അതിലെല്ലാം വലിയ സന്തോഷമുണ്ട്. കൗമുദിയിൽ ഞാനിപ്പോൾ കാർട്ടൂണിസ്റ്റ് എന്നതിനപ്പുറത്ത് അസിസ്റ്റന്റ് എഡിറ്റർ കൂടിയാണ്. കാർട്ടൂണിസ്റ്റായിട്ട് കേരളത്തിൽ കാർട്ടൂണിസ്റ്റ് എന്നുള്ളത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. കേരളത്തിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കാർട്ടൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അസിസ്റ്റന്റ് എഡിറ്റർ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഓഫീസിലെ സ്ഥാനം. കുടുംബ ഭാര്യ നമിത വക്കീലാണ്, അഡ്വക്കേറ്റാണ്, വഞ്ചിയൂർ പ്രാക്ടീസ് ചെയ്യുന്നു. 2 മക്കളാണുള്ളത്. അമൽ ബിരുദ വിദ്യാർത്ഥിയാണ്, സോഷ്യോളജി വിദ്യാർത്ഥിയാണ് MG കോളേജിൽ. ഇപ്പോൾ ഫൈനൽ ഇയർ പഠനം കഴിഞ്ഞ് ഇനി ബിരുദ കോഴ്സിന് ചേരാനായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മകൾ ഉമ കോട്ടൺ ഹിൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഉമ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന, കൂടുതലായിട്ട് പ്രസംഗം, അത്തരം മേഖലകളിൽ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ യുനിസെഫിന്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായിട്ട് ഉമ പ്രവർത്തിക്കുന്നു. ഒരു യൂട്യൂബ് ചാനലുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കുടുംബം. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആണ്, സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് തിരുമലയിലാണ് താമസിക്കുന്നത്. തിരുമലയ്ക്ക് അടുത്ത് പെരുകാവിലാണ് താമസം. കഴിഞ്ഞ 2001 മുതൽ തിരുവനന്തപുരം സ്വന്തം നാടായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും സന്തോഷം, രസതന്ത്രം പഠിച്ചത് രസതന്ത്രവും നിയമവുമാണ്. ഭരണഘടനാ നിയമത്തിൽ തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് PG നേടി, LLM നേടി. അത് മണിസാറിന്റെ ഒരു അതാണ്. ഞാൻ സാധാരണ രീതിയിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള അവസരം ഇല്ല. അപ്പൊ തിരുവനന്തപുരത്ത് ഭരണഘടനാ നിയമത്തിൽ LLM കൊടുക്കുന്ന ഒരു കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് താല്പര്യം തോന്നി. ഞാൻ എൻട്രൻസ് എഴുതുകയും എൻട്രൻസ് ജയിക്കുകയും ചെയ്തു. ആ സമയത്ത് മണിസാറിനെ കണ്ട് പറഞ്ഞു, ഇങ്ങനെ എൻട്രൻസിൽ കിട്ടിയിട്ടുണ്ട്, എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോയി പഠിക്കണം, ജോലി അതിന്റെ വഴിക്ക് നടക്കും എന്ന് പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ട് തന്നെ എന്നെ പഠിക്കാനായിട്ട് അനുവദിച്ച ഒരു ചീഫ് എഡിറ്ററാണ്. അതൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ അപൂർവമാണ് എന്തായാലും അത്തരം, കാരണം ലീവ് എടുക്കാതെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ജോലി ഒരു വഴിക്ക് നടക്കും, അതോടൊപ്പം തന്നെ പഠനം മുടക്കരുത് എന്നുള്ള പറഞ്ഞ് അങ്ങനെ 2000 LLB തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞെങ്കിലും 4 വർഷം കഴിഞ്ഞ്
ഇവിടെ 2004 ഭരണഘടനാ നിയമത്തിൽ LLM ചേരുകയും അത് അവിടെ പാസ്സായി. അങ്ങനെ PG ഭരണഘടനാ നിയമത്തിലാണ്, ബിരുദം കെമിസ്ട്രിയിലാണ്. അത് കഴിഞ്ഞ് തൃശ്ശൂർ ലോ കോളേജിൽ നിയമപഠനം, അതാണ് ഉള്ളത്. പക്ഷെ ജോലി ചെയ്യുന്നത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത കാർട്ടൂണിംഗ് ആണ്. അതിൽ അക്കാഡമികമായിട്ടുള്ള യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ, അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു യാദൃശ്ചികതകളുടെ ഒരു ആകത്തുകയാണ് ഇതുവരെയുള്ള ഒരു വരജീവിതം എന്നുള്ളത്.